السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് ആമുഖമായി തന്നെ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദുനിയാവിലെ ജീവിതം അള്ളാഹു നമുക്ക് നൽകിയ ഒരു സമ്മാനമാണ്. എന്നാൽ ഇതൊരു പരീക്ഷണമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇവിടുത്തെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ചിന്തകൾ എന്നുള്ളത്. പരിശുദ്ധ റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മളിൽ നിന്ന് അതിവേഗം യാത്രയായി കൊണ്ടിരിക്കുകയാണ്. ചാൻസുകൾ പടച്ചോൻ തന്നിട്ട് ഈ ചാൻസുകളൊന്നും ഉപയോഗപ്പെടുത്താതെ യാത്രയായി പോകുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരെത്ര ദൗർഭാഗ്യവാന്മാരാണ്. മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞ ആമീനിലെ ഒരു ആമീൻ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു റമദാൻ മുഴുവനും ഒരാൾക്ക് കിട്ടിയിട്ട് ആ റമദാൻ പൂർത്തീകരിച്ച് അവസാനിക്കുമ്പോഴും പാപങ്ങളൊന്നും കഴുകിക്കളയാത്തവനായി അങ്ങനെ തന്നെ യാത്രയാകുന്നൊരു മനുഷ്യന്റെ പരാജയത്തെ സംബന്ധിച്ച് മലക്ക് പ്രാർത്ഥിച്ച സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യൻ നശിക്കട്ടെ എന്ന് മലക്ക് പറഞ്ഞപ്പോഴാണ് റസൂൽ ആമീൻ എന്ന് പറഞ്ഞതെന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് റമദാൻ നമുക്കൊരു ചാൻസാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ കളങ്കമില്ലാത്ത രൂപത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന, തഖ്വ എന്താണെന്ന് പഠിക്കുന്ന, ഈമാൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന അതിമനോഹരമായ ഈ മാസം. ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കാൽപാദങ്ങളെ എടുത്തു വെക്കേണ്ട മാസം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം
കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയ മാസമാണ് റമദാൻ. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്നിട്ട് ആ വ്രതത്തിന്റെ പ്രത്യേകത ഖുർആൻ പറഞ്ഞത് എങ്ങനെ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്, സൂക്ഷ്മതയുള്ള ആളുകളാകാൻ വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ നല്ല തഖ്വയുള്ള ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനായി അള്ളാഹു നമ്മളെ വാർത്തെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു റമദാൻ എന്ന ഈ മാസത്തിലൂടെ, ഈ ഒരു വൃഥാനുഷ്ഠാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടം അതാണ്. പലപ്പോഴും ഒരു റമദാനൊക്കെ ഉണ്ട് കഴിഞ്ഞു പോകുമ്പോൾ, ഒരു പെരുന്നാളിലേക്കൊക്കെ പ്രവേശിച്ച് പിന്നെ അങ്ങനെ പോകുമ്പോൾ പല ആളുകളുടെയും ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, കയറുമെടഞ്ഞുണ്ടാക്കുന്ന ഒരു ഭ്രാന്തിപ്പെണ്ണിന്റെ ഉദാഹരണം. കയറിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കയറുമെടഞ്ഞുണ്ടാക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു റസൂലുള്ളാന്റെ കാലത്ത്. കയറിങ്ങനെ മെടഞ്ഞുണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി അവസാനം ഒരു കെട്ടിടണ്ടതിന് പകരം ആ കെട്ടിടാതെ അങ്ങോട്ട് വിട്ടു. ആ കയറ് മുഴുവൻ എന്തായി? എടുത്ത പണി മുഴുവൻ ബാത്തിലാകാൻ. അങ്ങനെ റമദാൻ എന്ന മാസം മുഴുവനും പണിയെടുത്ത് അധ്വാനിച്ച് നിസ്കരിച്ച് നോമ്പെടുത്ത് സുഹൃതങ്ങൾ ചെയ്ത് എല്ലാ നന്മകളും ജീവിതത്തിൽ നിന്ന് വാരിക്കൂട്ടിയിട്ട് അതിനെ സംരക്ഷിക്കേണ്ട കാലം, ഇനിയുള്ള കാലം നമ്മളിലേക്ക് വരുമ്പോൾ ആ അമലുകൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്യേണ്ട ആളുകൾ പിന്നീട് വിശ്വാസരംഗത്തും അമലിൻ്റെ രംഗത്തും സ്വഭാവരംഗത്തും കർമ്മരംഗങ്ങളിലൊക്കെയുള്ള പിഴവുകൾ കാരണം അമലുകളൊക്കെ അള്ളാഹു എന്ത് ചെയ്തു? അവരിൽ നിന്ന് സ്വീകരിക്കാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ എന്തിനാ നമ്മൾ ഈ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഈ പണിയെടുക്കുന്നത്? എന്തിനാണ്? നമ്മുടെ അധ്വാനം പാഴായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, ജീവിതം ഈ ഒരു ഭൂമിയിൽ അങ്ങോട്ട് അവസാനിച്ച് പോകുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്, ഒരു സത്യമാണ്. ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂല് രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ചാടി ഉണരും. ചാടി എഴുന്നേറ്റിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നിട്ട് ചാടി ഇരുന്നിട്ട് റസൂലുള്ള പറയുന്ന വാക്കെന്താണ്? അന്നാറു ഹഖ്ഖുൻ വൽ ജന്നത്തു ഹഖ്ഖുൻ. ഐഷ, സ്വർഗം സത്യമാണ് ഐഷ, നരകം സത്യമാണ് ഐഷ. സ്വർഗവും നരകമൊക്കെ സത്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വാക്ക് ഹദീസിൽ കാണാം. അപ്പൊ ഒരു ശാശ്വതമായ ലോകം എന്നുള്ളത് അവിടെയാണ്. ഇവിടെ അങ്ങോട്ട് തീർന്നു പോകുകയല്ല. മണ്ണോട് മണ്ണായി ഞാൻ അങ്ങനെ അലിഞ്ഞുപോയി എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. നമ്മൾ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിച്ച് വരുന്നൊരു ലോകത്തെ അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മേഖലയിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ആ ലോകത്തേക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത് എന്താണ് എന്നൊരു ചോദ്യമാണ് നമ്മുടെ കൽബിനോട് ആദ്യം ചോദിക്കേണ്ടത്. എന്താണ് നമ്മൾ അധ്വാനിച്ചിട്ടുള്ളത്? എന്താണ് ആ ലോകത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മുടെ മനസ്സിനോട് ചോദിക്കാൻ ഒരു മഹ്ശറാമുറ്റം, അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഒരു മഹ്ശറ വൻ സഭ നമ്മുടെ മുന്നിൽ വരാനുണ്ട്. മരണപ്പെട്ടു പോയാൽ ഒരു ബർസഖിയായ ലോകമുണ്ട്, ഖബറുണ്ട്. അവിടെ വിചാരണയുണ്ട്, അവിടെ രക്ഷയുണ്ട്, അവിടെ ശിക്ഷയുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് വിചാരണയുടെ ലോകം, യൗമുൽ ഹിസാബിന്റെ ലോകം എണ്ണിപ്പടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വിചാരണയ്ക്ക് ശേഷം സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുന്നിൽ വരാനുണ്ട്. ആ സ്വർഗവും നരകവും അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുണ്ട്. അവിടെ സ്വർഗം നേടാനും പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയാണ് ഇക്കണ്ട അധ്വാനം നമ്മളൊക്കെ എന്ത് ചെയ്യണത്? അധ്വാനിക്കണത്. ഇക്കണ്ട പ്രയാസങ്ങളും നമ്മൾ സഹിക്കും. നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും നമ്മുടെ സമയവും ഒക്കെ നമ്മൾ ചെലവഴിക്കുന്നത് എന്തിനാ? ആ സ്വർഗം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, ആ സ്വർഗത്തിനു വേണ്ടി ഇങ്ങനെ ലക്ഷ്യത്തോടെ ഓടുന്നതിനിടയിൽ എവിടെയോ ഒരു പിഴവ് നമുക്ക് സംഭവിച്ചതിൻ്റെ പേരിൽ ജീവിതം തകർന്നു പോകുന്ന മനുഷ്യന്മാരില്ലേ? എത്രയോ ആളുകൾ അങ്ങനെ പിഴച്ചു പോകുന്ന സാഹചര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരാനില്ലേ?
അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വാക്ക് മരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് മരണം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ പദപ്രയോഗം സൂറത്തു ആലി ഇംറാനിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സുകളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. മരിക്കുന്നല്ല ഖുർആൻ പറഞ്ഞത്, മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യുന്നാണ് ഖുർആനിന്റെ പദപ്രയോഗം, അല്ലേ? മരണത്തിന് രുചിയുണ്ട്, ഒരു അനുഭവം നമുക്ക് വരാനുണ്ട്. എന്നിട്ട് ഖുർആൻ പറഞ്ഞതാണ്, ഫഇന്നമാ തുവഫൗന വുജൂറക്കും യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് മനുഷ്യന്മാർ ചെയ്ത നന്മ തിന്മകൾക്ക്, ഈ ഭൂമിയിൽ ചെയ്ത നന്മ തിന്മകൾക്കുള്ള പ്രതിഫലങ്ങൾ വിധിക്കപ്പെടുന്നത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ്, പരലോകത്താണ്, ഹിസാബിന്റെ ദിവസത്തിലാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിന്നാർ, ആരാണോ അന്നത്തെ ദിവസം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നവർ ആരാണോ, ഫഖദ് ഫാസ്, അവരാണ് വിജയം കൈവരിച്ചവരായ ആളുകൾ, അവരാണ് പാസ്സായ ആൾക്കാർ, അവരാണ് വിജയിച്ച ആൾക്കാർ. എന്നിട്ട് ഖുർആൻ പറയാണ്, വമൻ ഹയാത്തുദ് ദുനിയാ, ആ പരലോകത്തിനെ മറന്നിട്ട്, ആ മഹ്ശറയെ മറന്നിട്ട്, ആ മരണത്തെ മറന്ന് ജീവിച്ച് ദുനിയാവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്മാർ കൂടുതലാണ്. എത്രയോ ആളുകൾ ദുനിയാവിനോടാണ് താല്പര്യം. ദുനിയാവിനെ താല്പര്യത്തോടു കൂടി കണ്ട് ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് ഖുർആനിന്റെ പദപ്രയോഗം എന്താണെന്നറിയോ? വമൽ ഹയാത്തുദ് ദുനിയാ, നിങ്ങൾ ജീവിക്കുന്ന ഈ ദുനിയാവില്ലേ, ഈ ദുനിയാവിലെ ജീവിതം ഇല്ലാ മതാഉൽ ഉറൂർ, മനുഷ്യനെ വഞ്ചിച്ച് കളയുന്ന ചരക്കാണ് ദുനിയാവ്. മനുഷ്യനെ ചതിക്കുന്ന വിഭവമാണ് ദുനിയാവ്. ദുനിയാവിന് വേണ്ടി ഓടി തളർന്ന മനുഷ്യരായി നമ്മൾ മാറുകയാണ്, അല്ലേ? ഓടി അധ്വാനിച്ച് ക്ഷീണിച്ച് നമ്മൾ ഓടി നടക്കുകയാണ്. ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരായി നമ്മൾ മാറുന്നു. രാവിലെ ഒരു ബാഗും തോളിലേറ്റി ഒരു കുട്ടി സ്കൂളിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കൊരു ലക്ഷ്യമില്ലേ? എങ്ങട്ടാടി പോകണമെന്ന് ചോദിച്ചാൽ, എങ്ങട്ടാ മോനെ ഈ പോകണമെന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയില്ല ഞാൻ സ്കൂൾ എന്തിനാ സ്കൂൾ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഓനക്കൊരു 40 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 50 വയസ്സ് വരെ അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അവൻ്റെ മുന്നിൽ വിശദീകരിക്കാണ്ടാവും, അല്ലേ? ഒരു ലക്ഷ്യബോധമാണ്. ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചൊരു ലക്ഷ്യമില്ലേ? ഉണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയണം. ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജില, ക്ഷണികമായ ജീവിതത്തെയാണ് മനുഷ്യന്മാർ ഇഷ്ടപ്പെടുന്നത്. വയദറൂന വറാഅഹും യൗമൻ സഖീലാ, മനുഷ്യന്റെ പിന്നിൽ വരാനിരിക്കുന്ന ഭാരമേറിയ ദിവസത്തെ മനുഷ്യൻ മറന്നു കളയുകയാണ് ചെയ്തത്. ഭാരമേറിയ ദിവസം ഏതാ? ഈ ഹിസാബിന്റെ ദിവസം, വിചാരണയുടെ നാളാണ്. അതിന് മറന്നു. യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ, അമ്പരച്ചുംബികളായ കൊട്ടാരങ്ങളെ മനുഷ്യന്മാർ ഇഷ്ടപ്പെടുകയും 6 അടി മണ്ണാകുന്ന ഖബറിനെ മനുഷ്യൻ മറന്നു കളയുകയും ചെയ്യുന്നു. ഖബറിനെ മറക്കുക, പരലോകത്തെ മറക്കുക, എന്നിട്ട് ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ ഓടാണ്, ദുനിയാവിന്റെ പിന്നാലെ ഓടാണ്. സ്വഹാബത്ത് പറയാണ്, ഒരിക്കൽ റസൂലുള്ള മിമ്പറിൽ കയറിയിരുന്നു. ജലസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൽ മിമ്പർ, മിമ്പറിന്റെ മുകളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിയിരുന്നു. റസൂൽ ഇരുന്നപ്പോ ജലസ്നാ ഹൗലുഹു, ഹബീബിന്റെ ചുറ്റിൽ ഞങ്ങളും ഇരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ നോക്കി പറഞ്ഞു, സ്വഹാബത്തെ, ഇന്നി അഖാഫു അലൈക്കും മിൻ ബഅദി, എന്റെ കാലശേഷം ഞാൻ നിങ്ങളിൽ ഒരു കാര്യത്തെ പേടിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്. എന്തിനെ റസൂല് പേടിച്ചത്? സുഹൃത്തുക്കളെ, എന്താണ് നബി നമ്മളിൽ നിന്ന് ഭയപ്പെട്ട കാര്യം? എന്താ?
അള്ളാന്റെ റസൂല് പറയാണ്, ദുനിയാവിന്റെ അലങ്കാരങ്ങൾ നിങ്ങളുടെ മുന്നിൽ അള്ളാഹു തുറന്നു വെക്കുന്നൊരു കാലത്തെ ഞാൻ പേടിക്കുന്നു എന്നാണ്. നിങ്ങളുടെ മുന്നിൽ ദുനിയാവിന്റെ അലങ്കാരങ്ങള്, ദുനിയാവിന്റെ പളപളപ്പുകള് നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുന്ന ഒരു കാലം വരുന്നതിനെ ഞാൻ പേടിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ എന്താ? അന്ന് നിങ്ങൾ അള്ളാനെ മറന്നിട്ട് ദുനിയാവിൽ വ്യാപൃതരാകുന്ന ഒരു കാലത്ത് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളെ മനസ്സിനോട് ചോദിക്കുക, ദുനിയാവിൽ നമ്മൾ ഓടുമ്പോൾ, ദുനിയാവിൽ നമ്മൾ അധ്വാനിക്കുമ്പോൾ, എൻ്റെ അധ്വാനം സ്വർഗത്തിന് വേണ്ടിയുള്ള അധ്വാനം തന്നെയാണോ? അല്ലേ? റസൂലുള്ള പറഞ്ഞല്ലോ, മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമ്പാദ്യം, മക്കൾക്ക് വേണ്ടി ചില മനുഷ്യന്മാര് പ്രാഗി പറഞ്ഞിട്ടേ കുടുംബത്തിന് നോക്കുള്ളൂ. പ്രാഗി പറഞ്ഞുകൊണ്ടാണ് കുടുംബത്തിന് നോക്കുക. 10 ഉറുപ്പ്യ കൊടുത്ത് പിന്നെ ഒരു 10 ഉറുപ്പ്യോടും ചോദിച്ചാൽ ഭയങ്കര ചെലവാ. ഇതിങ്ങനെ പിറുപിറു പറഞ്ഞിട്ടാണ് സമ്പത്ത് തന്നെ കൊടുക്കണതെങ്കിൽ ആ സ്വതക്ക അല്ലാഹു സ്വീകരിക്കൂല. നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കകളിൽ വെച്ച് ഏറ്റവും വലിയ സ്വതക്ക ഏതാണെന്ന് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന സമ്പത്താണ്. അവർ വാപ്പ അധ്വാനിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാൽ, ഒരു വാപ്പ രാവിലെ ജോലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങുകയാണെങ്കിലേ നല്ല നീയത്തും നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ കൂലി ഇങ്ങനെ കിട്ടും. അതൊക്കെ ദീനിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനമായിട്ട് രേഖപ്പെടും. സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു അധ്വാനമായിട്ട് അത് രേഖപ്പെടും. അത് കൊടുക്കുന്നിടത്ത് കണക്ക് പറഞ്ഞുകൊണ്ട് നിന്നാൽ അതാണ് പോവുകയും ചെയ്യും. അപ്പൊ അത് സൂക്ഷിക്കാൻ, ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയാം. രാവിലെ പിന്നെ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് തൻ്റെ മക്കൾക്ക്, തൻ്റെ ഭർത്താവിന്, തൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക്, കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് തൻ്റെ വസ്ത്രം കയറ്റിക്കുത്തി ഒരു ഉമ്മ ഇറങ്ങുന്ന നേരത്ത് ആ ഉമ്മാന്റെ മനസ്സ് നിറയെ പ്രാർത്ഥനകളാണെങ്കിൽ, പ്രതീക്ഷകളാണെങ്കിൽ, പടച്ചോനെ ഞാൻ എൻ്റെ ഭർത്താവിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് റബ്ബേ, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഈ ബർക്കത്ത് കൊണ്ടാന്നൊരു പെണ്ണ് പ്രാർത്ഥിച്ചാൽ, ഒരു ഖൈറ് നൽകി റബ്ബേ എന്ന് പ്രാർത്ഥിച്ചാൽ അതവിടെ പ്രതിഫലമായി രേഖപ്പെട്ടു. പിന്നെ ടെൻഷനില്ല. അനുഭവിക്കുന്ന ടെൻഷനൊക്കെ തൻ്റെ കുടുംബത്തിന് വേണ്ടി അനുഭവിക്കുകയാണെങ്കിലും അതിനൊക്കെ കൂലിയ. പക്ഷേ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ഉമ്മാരെ അടുക്കളയിലാണ്, അല്ലേ? ഇടുത്തിന്റെ കണക്കിങ്ങനെ പറഞ്ഞുള്ളത് മുഴുവനും അങ്ങോട്ട് വെള്ളത്തിലാകണ ഒരു സാഹചര്യമാണ് പല കുടുംബങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നാൽ എൻ്റെ ഉമ്മമാരോട്, സഹോദരിമാരോട് അടിവരട്ട് പറയട്ടെ, അതൊരു ആത്മാർത്ഥമായ ദുആയോടെ, പ്രാർത്ഥനയോടെ ചെയ്യാൻ എല്ലാത്തിലും ഒരു എളുപ്പം അല്ലാഹു നമുക്ക് നൽകും, അല്ലേ? എല്ലാത്തിനും ഒരു യുസ്ര പടച്ചോൻ തരും. എന്തുണ്ടെങ്കിൽ സ്വർഗം എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ, നല്ല പ്രതീക്ഷയോടുകൂടി ഒരു കാര്യത്തേക്ക് ഇറങ്ങുമ്പോൾ, ആലോചിച്ച് നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒരു 2-3 കൊല്ലം മുമ്പ് ഈ പള്ളി ഇവിടെ ഉണ്ടോ? ഇല്ല. ഇതിന്റെ പിന്നാലെ കുറേ മനുഷ്യന്മാർ ഓടി നടന്നിട്ടുണ്ട്, ഇതിനു വേണ്ടി അധ്വാനിച്ച്, ഇതിനു വേണ്ടി യോഗങ്ങൾ കൂടി, അല്ലേ? അതൊക്കെ പ്രതിഫലമാണ്. ആ പ്രതിഫലങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാഴായിക്കൂടാ. അതിമനോഹരമായ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു ഭവനം ഇന്നിതാ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നുവെങ്കിൽ അള്ളാഹു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, അല്ലേ? ജീവിതത്തിൽ പടച്ചോ നമുക്ക് നന്മകൾ ചെയ്യാനുള്ള ചാൻസുകളൊക്കെ ഇങ്ങനെ തന്നു, സുഹൃതങ്ങളുടെ വഴികളൊക്കെ പടച്ചോൻ തന്നു. പക്ഷെ വഴികളൊക്കെ തന്നിട്ടും ചില മനുഷ്യന്മാരുടെ ജീവിതം എന്താ അറിയോ, നന്മകളൊക്കെ ധാരാളം ചെയ്യും, പിന്നെ അതൊക്കെ ഇല്ലാതാകണ പണി അതിൻ്റെ കൂടെ എടുക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അൻ സൗബാൻ റളിയല്ലാഹു അൻഹു, സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ടൊരു വിഭാഗത്തിനെ എനിക്കറിയാം, എൻ്റെ ഉമ്മത്തിലെ ഒരു വിഭാഗത്തിനെ എനിക്കറിയാം. അവരുടെ പ്രത്യേകത യഅ്തൂന യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അവർ കൊണ്ടുവരപ്പെടും. ഖിയാമത്ത് നാളിൽ അവർ കൊണ്ടുവരപ്പെടും. അവർ വരുമ്പോ ബിഹസനാതി അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവ്വതത്തിന് സമാനമായ കർമ്മങ്ങളുമായിട്ടാണ് അവർ റബ്ബിന്റെ കോടതിയിലേക്ക് വരുന്നത്.
തിഹാമ പർവ്വതത്തിന് സമാനമായ അമല്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സ്വതക്കുണ്ട്, അവർ ചെയ്ത ഹജ്ജുണ്ട്, ഉംറയുണ്ട്, ദഅവത്തുണ്ട്, പള്ളിപ്പരിപാലനത്തിന്റെ കൂലിയുണ്ട്, സലാം പറഞ്ഞതിന്റെ പ്രതിഫലമുണ്ട്, പുഞ്ചിരിച്ചതിന്റെ കൂലിയുണ്ട്, കുടുംബത്തെ പോറ്റിയതിന്റെ പ്രതിഫലമുണ്ട്, എല്ലാം ഉണ്ട്. ഈ കർമ്മങ്ങളൊക്കെ ചുമന്നുകൊണ്ട് ജിബാലി തിഹാമ പർവ്വതത്തിന് സമാനമായ കർമ്മങ്ങളുമായിട്ട് അവർ വരും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ബീവൻ, വെളുവെളുത്ത പളുങ്ക് പോലെയുള്ള കർമ്മങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫയജ്അലുഹുല്ലാഹു അസ്സ വജല്ല ഫയജ്അലുഹല്ലാഹു അസ്സ വജല്ല ഹബാഅം മൻസൂറാ. ഈ കർമ്മങ്ങളൊക്കെ പരലോകത്ത് വരുമ്പോ അള്ളാഹുയുടെ കർമ്മങ്ങളൊക്കെ ആക്കി തീർക്കും. എന്തിനെ? ഹബാഅം മൻസൂറ, ഊതിപ്പറപ്പിച്ച തൂളികളാക്കി മാറ്റും. നിസ്കരിച്ചിട്ടില്ലേ? ഉണ്ട്. ആ നിസ്കാരത്തിനെ പിടിച്ചിട്ട് പടച്ചോൻ ഊതിപ്പറപ്പിച്ച തൂളികളാക്കി മാറ്റി. ഹബാഅം മൻസൂറാ, ഊതിപ്പറപ്പിച്ച തൂളികളാക്കി മാറ്റും. ഖാല സൗബാൻ, ഇത് കേട്ട ഉടനെ സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അൻ ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. റസൂലേ, ആരാണ് ഈ ദൗർഭാഗ്യവാന്മാർ? എന്താണ് അവർക്ക് പറ്റിയ തെറ്റ്? ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ പെട്ടു പോകാതിരിക്കാൻ ഓലെപ്പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ നബിയെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവരുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? അവരാരാണെന്നറിയുമോ? അമാ ഇന്നഹും ഇഖ്വതുകും വമിൻ ജിൽദതികും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ കൂടെ ജീവിച്ചവരാണവർ. അവർക്ക് സംഭവിച്ച പിഴവെന്താ? അവർക്ക് സംഭവിച്ച പ്രശ്നമെന്താ? യഖുദൂന മിനൽ ലൈലി കമാ യഖുദൂൻ, നിങ്ങൾ രാത്രി നിസ്കരിച്ചപ്പോ അവരും രാത്രി നിസ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾ രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചപ്പോഴേ പോലും തഹജ്ജുദിനും ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം അമല് ചെയ്ത മനുഷ്യന്മാരാ. പിന്നെ അവർക്ക് പറ്റിയ തെറ്റെന്താ? അവർക്ക് പറ്റിയ തെറ്റ് വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹ് ഇൻതഹകൂഹാ. എല്ലാ നന്മകളും ചെയ്യുന്ന കൂട്ടത്തിൽ തിന്മകളും ചെയ്തവരാണവർ. നന്മ ചെയ്തിങ്ങനെ പോരുന്ന കൂട്ടത്തിൽ ഹറാമിന്റെ ലോകത്തും അവർ വിഹരിച്ചിട്ടുണ്ടായിരുന്നു. നിസ്കരിച്ചിട്ടുണ്ട്, സിനിമ കണ്ടിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, സെക്സ് കേസറ്റുകൾ ആസ്വദിച്ചിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട്. നോമ്പ് നോറ്റിട്ട് പോലും പലിശയുമായി ഇടപെടുന്ന മനുഷ്യരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? പ്രിയമുള്ളവരെ, ഈ റമദാനിൽ പോലും പലിശയുടെ മുതൽ കൊണ്ടുപോയി കൊടുക്കണില്ലേ? ബാങ്കിൽ കൊണ്ടുപോയി ലോൺ അടക്കുന്നില്ലേ? ലോൺ എടുക്കുന്നവരില്ലേ? ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ, പലിശ നിങ്ങൾക്ക് ഹറാമാണ്, പലിശ നിങ്ങൾക്ക് ഹറാമാണ്, നിങ്ങൾക്കുള്ള കച്ചവടത്തെ ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് വിധി പറഞ്ഞ ഹറാമായ പലിശ ഇടപാട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നില്ലേ? ആ നടന്നതുകൊണ്ട് ഹബാഅം മൻസൂറാ, അമലുകളല്ല ഊതിപ്പറപ്പിച്ച തുളികളാക്കി. മറ്റൊരു ഭാഗത്ത് ഷിർക്കിന്റെ അഗാധകൃത്യങ്ങൾ എന്ന ഷിർക്കെന്ന മഹാപാതകം ജീവിതത്തിൽ സംഭവിച്ചവരാണ്. നന്മയാണെന്ന് കരുതിയിട്ട് കെട്ടി ഉയർത്തിയ ഖബറിന്റെ മുന്നിൽ ചെന്ന് ആരാധിച്ചു. നന്മയാണെന്ന് കരുതിയിട്ട് റബ്ബല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചു. നന്മയാണെന്ന് കരുതിയിട്ട് റബ്ബിന്റെ കരങ്ങളിൽ റബ്ബിലേക്ക് ഉയർത്തേണ്ട കൈകൾ റബ്ബല്ലാത്തവരിലേക്ക് ഉയർന്നു പോയിട്ടുണ്ട്. അവന്റെ അമലുകൾ അമലുകളൊക്കെ ബാത്തിലായി പോയി. പരലോകത്തെത്തുമ്പോൾ അല്ലാഹ് അമലുകൾ ചുരുട്ടിപ്പിടിച്ചിട്ട് ഹബാഅം മൻസൂറാ, ഊതിപ്പറപ്പിച്ച തൂളികളാക്കി റബ്ബവന്റെ കർമ്മങ്ങളെ മാറ്റുമെന്ന് പറഞ്ഞാൽ, സുഹൃത്തുക്കളെ, നമ്മൾ ഈ അധ്വാനിച്ചതൊക്കെ എന്തിനാ അധ്വാനിക്കണം? അതുകൊണ്ട് അധ്വാനിക്കുന്നിടത്ത് ശ്രദ്ധ വേണം. നമ്മുടെ കൈകളിലുള്ള മൊബൈലുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നിടത്ത് ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം. ഹറാമിന്റെ ലോകത്തേക്ക് നമ്മളെ വഴി നടത്തുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ മൊബൈൽ. കയ്യിൽ സാധനം ഉണ്ട്. പണ്ടൊക്കെ ഒരു സിനിമ കാണാൻ പോണെങ്കിൽ എവിടെ പോണം? ആരും അറിയാതെ തല താഴ്ത്തി തലയിൽ തട്ടക്കെട്ട് അങ്ങനെ പോയിനൊരു കാലം ഉണ്ടായിനി അല്ലേ? അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സോഷ്യലായി. കൂടെ കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ സിനിമ കാണാനുള്ള ചാൻസ് നമ്മുടെ മുന്നിൽ വന്നു. തിന്മ ചെയ്യാനുള്ള എല്ലാ കവാടവും തുറന്നൊരു കാലഘട്ടം അത്.
എല്ലാ കവാടവും അല്ല ചോക്കി. മൊബൈലിൽ ഇങ്ങനെ ആഴത്തിലേക്ക് നമ്മൾ ചെന്ന് പതിക്കുകയാണ്. നമ്മുടെ ഉമ്മമാരൊക്കെ ആത്മാർത്ഥമായ ഒരു കാര്യം ഉണർത്തട്ടെ സഹോദരങ്ങളെ. ഇന്ന് ഈ നോമ്പനുഷ്ഠിച്ചിട്ട് പോലും പല കുടുംബങ്ങളിലെയും പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ കോലെന്താ? നോമ്പ് സ്വീകരിക്കൂല്ലേ എന്നുള്ളതൊരു ചർച്ചയാണ്. ഹറാമ് ചെയ്യുന്ന ഒരു പെണ്ണിന്റെ നോമ്പിന്റെ ഹുക്കുമെന്താ നമ്മൾ പരിശോധിക്കണ്ടേ? ജീൻസ് പാന്റും ടീഷർട്ടും ധരിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോണ പെണ്ണ്, ലിഫ്റ്റിക്ക് ധരിക്കുന്ന, ലിഫ്റ്റിക്ക് ചുണ്ടിൽ പൂശി മുഖത്തൊക്കെ പുട്ടിയിട്ട് ഇസ്ലാമിന്റെ ഒരു നിയമങ്ങളും കാത്തു സൂക്ഷിക്കാത്ത ഒരു മനുഷ്യൻ. ഇന്ന് ഒരു തലമുറ അങ്ങനെ വളർന്നുകൊടുക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ക്യാമ്പസുകളിലേക്ക് പോകുന്ന കുട്ടികളുടെ ജീവിതം പോലും അങ്ങനെ. ഒരു നന്മ ചെയ്യണ്ടോ വെച്ചാൽ നന്മ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നന്മയും തിന്മയും കൂട്ടിക്കുഴച്ചാൽ അവന്റെ കർമ്മങ്ങളെ അല്ലാഹു ഹബാഅൻ മൻസൂറാ, ഊതിപ്പറപ്പിച്ച തൂളികളാക്കി റബ്ബ് മാറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് നല്ല ശ്രദ്ധ, സൂക്ഷ്മത നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ കർമ്മങ്ങളിലൊക്കെ ഉണ്ടാവണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. പിന്നെ സഹോദരങ്ങളെ, ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, ഞാൻ വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് വരാം. അതായത് മരണത്തിന് ശേഷമാണ് ജീവിതം എന്ന് പറയുന്നതിന് മുമ്പ് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണമല്ലോ. ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും അതിനുവേണ്ടി ഒരുങ്ങേണ്ട ഒരു മനുഷ്യന്റെ കൽബും എന്താണെന്ന് തിരിച്ചറിയണ്ടേ അല്ലേ? നല്ല മനസ്സ് വേണം നമുക്ക്, നല്ല കൽബ്, പളുങ്ക് പോലെയുള്ള കൽബ് വേണം. ആ കൽബിന്റെ പ്രത്യേകത എന്താ പറയുക? അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ആ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ മനുഷ്യന്റെ ശരീരം മുഴുവനും നന്നായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാലോ മനുഷ്യന്റെ ശരീരം മുഴുവനും കേടുവന്നു. നോക്കിങ്ങള്, മനസ്സ് നന്നായാൽ അലാ വഹിയൽ കൽബ്, അതാണ് മനുഷ്യന്റെ കൽബ്, ഹൃദയം. നല്ല കുപ്പായിട്ട ആള് നല്ല മനുഷ്യനാകുമോ? ആകുമോ? ആകൂല എന്നുറപ്പാണ്. നല്ല വാഹനമുണ്ട്, നല്ല വിലപിടിപ്പുള്ള വീടുണ്ട്, നല്ല വാഹനങ്ങളുണ്ട്, അതുകൊണ്ടാ മനുഷ്യൻ നല്ല മനുഷ്യനാകുമോ? ഒരിക്കലും ഇല്ല. കൽബ് നന്നാവണം, മനസ്സ് ശുദ്ധീകരിക്കപ്പെടണം. മനസ്സ് നന്നാവാതെ നമ്മൾ എന്ത് തലകുത്തി പറഞ്ഞിട്ടും കാര്യമല്ല. കൽബ് ശുദ്ധീകരിക്കുന്ന ആളുകളായി, കൽബിനെ നന്നാക്കുന്നവരായി മാറുക. ഒരു സൊഫിൽ ഇങ്ങനെ നിൽക്കുക, സൊഫിൽ നിന്നിട്ട് നിസ്കരിക്കുകയാണ്. സലാം വീട്ടുന്ന നേരത്ത് ഇപ്പുറത്തുള്ളവനും പറ്റൂല, ഇപ്പുറത്തുള്ളവനും പറ്റൂല. ഇനി മേപ്പെട്ട് സലാം വീട്ടേണ്ടി വരും. ലോകത്തിന്റെ പോക്ക് അങ്ങനെ. അയലോക്കക്കാരൻ അപ്പുറത്ത്, ഇപ്പുറത്ത് നമ്മളെ കുടുംബക്കാരൻ വേറൊരുത്തം. രണ്ട് ഭാഗത്തേക്കും വീട്ടുമ്പോൾ സൊഫുണ്ട് അടുക്കാൻ കഴിയണില്ല, കാലും കണ്ട് അടുപ്പിക്കാൻ നമുക്ക് പറ്റണില്ല. എന്തേ? നമ്മുടെ മനസ്സിൽ എവിടെയോ ചെറിയൊരു അകൽച്ചല്ലേ, എവിടെയോ ഒരു അകൽച്ചല്ലേ. റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഫ്ളൽ, നല്ല മനുഷ്യനാരാണ് നബിയെ, നല്ല മനുഷ്യനാരാണ് റസൂലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരാണ് നല്ല മനുഷ്യനെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുല്ലു മഖ്മൂമിൽ ഖൽബി വസദൂഖുൽ ലിസാൻ, എല്ലാ മഖ്മൂമുൽ ഖൽബും എല്ലാ സദൂഖുൽ ലിസാനുമാണ് സ്വഹാബ. ഉടനെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വമാ മഖ്മൂമുൽ ഖൽബി യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, മഖ്മൂമുൽ ഖൽബി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആരാണ്? അവന്റെ പ്രത്യേകത എന്താണ്? അള്ളാന്റെ റസൂൽ ഇങ്ങനെ എണ്ണി പറഞ്ഞു, ഹിയ തഖിയ്യു അന്നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗിയും വലാ ഗില്ലത്തിൻ വലാ ഹസദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നല്ല കൽബിന്റെ ഉടമയാണ്. മഹ്മൂമുൽ കൽബ് എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിന്റെ ഉടമ അതാരാണെന്നറിയോ? അവന്റെ ഹൃദയം ദീനിനോട് എപ്പോഴും ബന്ധം സ്ഥാപിക്കുന്ന ഒരു കൽബവനുണ്ട്. ലാ ഇസ്മ ഫീ, ആ ഹൃദയത്തിൽ പാപത്തിന്റെ കറകളില്ല, കുറ്റത്തിന്റെ കറകളില്ല. വലാ ബഗിയും വലാ ഗില്ലത്തിൻ വലാ ഹസദ്, അസൂയയും പകയും വെറുപ്പും വിദ്വേഷങ്ങളും ഒന്നുമില്ലാത്ത കൽബാർക്കുണ്ടോ അവനാണ് നല്ല മനുഷ്യൻ,
നല്ല കൽബ് എന്ന് പറഞ്ഞാൽ ആ കൽബാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടും വെറുപ്പില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ആരോടും വിദ്വേഷമില്ല എന്ന് പറയാൻ പറ്റുമോ? ആരോടും എനിക്ക് ഒരു പകയുമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പറയും എനിക്ക് ആരോടും ദേഷ്യമില്ല, എനിക്ക് ആരോടും വെറുപ്പില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷേ കൽബിൻ്റെ ഉള്ളിൽ ചെറിയൊരു ആരൊക്കെയോ പറ്റിയുള്ളൊരു ചിന്താഗതികളൊക്കെ അല്ലേ? നമ്മൾ മനുഷ്യരാണ്, തെറ്റും കുറ്റങ്ങളൊക്കെ പറ്റും. പക്ഷെ എപ്പോഴും കൽബ് ശുദ്ധീകരിക്കാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നല്ലൊരു മുത്മഇന്നത്തായ കൽബ് വേണം, സലീമായ ഹൃദയം വേണം, സമാധാനമുള്ള കൽബ് നമുക്ക് വേണം. ആ സമാധാനമുള്ള കൽബിനു വേണ്ടി നമ്മൾ അധ്വാനിക്കണം. വെറുപ്പും വിദ്വേഷങ്ങളും വേണ്ട. വലാ ഹസദ്, അസൂയയില്ലാത്ത കൽബാണ്. ലാ യജ്തമിഉ ഫീ ഖൽബി അബ്ദിൻ. രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ കൽബിൽ, ഒരു അടിമയുടെ കൽബിൽ, മനസ്സിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കൂല എന്നാണ്. ഏതൊക്കെയാണ് രണ്ട് കാര്യം? അൽ ഈമാനു വൽ ഹസദ്. ഈമാനും അസൂയയും. ഈമാനുള്ള കൽബിൽ അസൂയക്ക് സ്ഥാനമില്ല. അസൂയുള്ള കൽബിൽ ഈമാൻ ദുർബലമാണ്. ഈമാൻ ദുർബലമാണ്. അതുകൊണ്ട് തിരിച്ചറിയണം. നല്ല കൽബ് വേണം. മനസ്സിലായോ? അസൂയയുള്ള കൽബായി നമ്മുടെ കൽബ് മാറിക്കൂടാ. അതുകൊണ്ട് കൽബിനെ നന്നാക്കി നല്ല മനുഷ്യരായി നമ്മൾ മാറണം. ആ നല്ല മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, ഒരു വിട്ടുവീഴ്ചയുടെ മനസ്സ്, വിട്ടുവീഴ്ചയുടെ പൊരുത്തപ്പെട്ടു കൊടുക്കുക. എല്ലാ കാര്യത്തിലും ഒരു പൊരുത്തപ്പെട്ടു കൊടുക്കുക അല്ലേ? കുടുംബത്തിൽ എളാപ്പാനായിട്ട് തെറ്റിയിട്ട് എത്ര കൊല്ലായി എന്ന് ചോദിച്ചാൽ അല്ലെ, എളാമാനായിട്ട് തെറ്റിയിട്ട്, അമ്മോനായിട്ട് തെറ്റിയിട്ട്, അയൽവാസികളായിട്ട് തെറ്റിയിട്ട് കാലം എത്രയെന്ന് ചോദിച്ചാൽ ഒരുപാട് റമദാനുകളൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ നമ്മളെ പിണക്കങ്ങളും നമ്മുടെ മനസ്സ് നന്നാകലൊന്നും ഇഞ്ഞു റെഡി ആയിട്ടില്ല. കൽബൊന്നും ഇതുവരെ നന്നായിട്ടില്ല. എന്തപ്പം അതുകൊണ്ട് കാര്യം എന്താ? ഈ അധ്വാനം കൊണ്ട് എന്താ കാര്യം? കുടുംബ ബന്ധം മുറിച്ചവർ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം. കുടുംബ ബന്ധം മുറിച്ചവർക്ക് അല്ലാഹു പരിപൂർണമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധ്യമല്ല. ലാ യദ്ഖുലുൽ ജന്ന. അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ ഒന്ന് നന്നാക്കണം, കുടുംബങ്ങളൊക്കെ ഒന്ന് നന്നാക്കണം. നല്ല മനുഷ്യരായി, നല്ല കൽബുള്ളവരായി മാറണം. നല്ല പരലോകത്തെത്തുമ്പോൾ യഥാർത്ഥ ലോകത്ത് നമുക്ക് വിജയിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. നല്ല കൽബ് വേണം, നല്ല മനസ്സ് വേണം. അസൂയയും പകയും വെറുപ്പും വിദ്വേഷങ്ങളും ഇല്ലാത്ത കൽബ് വേണം. എത്രയോ കാലമായി പിണങ്ങി ജീവിക്കുന്ന ആൾക്കാർ നമ്മളെ കുടുംബങ്ങളിലില്ലേ? ഒരു സലാം, അസ്സലാമു അലൈക്കും എന്നുള്ളൊരു വാക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. മുഅ്മിനാവാതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. വലാ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനാവുകയുമില്ല. ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ. പരസ്പരം സ്നേഹിക്കണം. പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് സ്വർഗം നേടാൻ കഴിയുള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂ. നിങ്ങൾക്ക് കൽബിനെ നന്നാക്കിയിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ മനസ്സുകളിൽ സ്നേഹങ്ങൾ ഉണ്ടാക്കി തരുന്ന നല്ല ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അഫ്ശുസ്സലാമ ബൈനുക്കും. സലാമിനെ നിങ്ങൾ വ്യാപിപ്പിച്ചു കൊള്ളുക. സലാം പറയാ, വ്യാപിപ്പിക്കുക, സലാം വ്യാപിപ്പിക്കുക. നിസ്കാരമൊക്കെ ഉണ്ട്, നോമ്പും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ കുടുംബത്തിൽ തെറ്റിലാണ്, കുടുംബങ്ങളോട് അകൽച്ചയിലാണ്, അയൽവാസിയായിട്ട് അകൽച്ചയിലാണ്, ആദർശ ബന്ധുക്കളുമായി അകൽച്ചയിലാണ്. അങ്ങനെയാണ് ജീവിതം പോണതെങ്കിൽ സുഹൃത്തുക്കളെ, ഒരു പരിഹാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഫ്ശുസ്സലാമ ബൈനുക്കും. സലാം പറയും. സലാം കൊണ്ടുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട്. ബന്ധങ്ങൾ അല്ലാഹു അടുപ്പിച്ചു തരും, ബന്ധങ്ങളെ അടുപ്പിച്ചു തരും അല്ലേ? പല ആൾക്കാരും പെരിയിൽ സലാം പറയില്ല. കുറേ മനുഷ്യന്മാരുണ്ട് അങ്ങനെ, പെരൻ്റെ ഉള്ളിൽ സലാം പറച്ചിലില്ല അല്ലേ? അങ്ങാടിയിൽ കൂട്ടുകാരനെ കണ്ട അസ്സലാമു അലൈക്കും കണ്ടൊരു നീട്ടലാ. ആ സലാം പറച്ചില്ല അവിടുന്ന് വലൈക്കും അസ്സലാം എന്നൊക്കെ പറയുന്നേട്ടാ. എന്താ ഓല് തമ്മിലുള്ള ബന്ധം? പെരീക്കണ് കയറി ചെന്നാൽ വാതിലുണ്ട് നിന്നുകൊണ്ട് ചോറായോന്നാ ചോദിച്ചാൽ ചോറും കൂട്ടാനും ഉണ്ടാക്കാനുള്ള ഒരു ജന്തു പെരിയിൽ.
ഇങ്ങനെ ആകരുത്. നമ്മളെ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞ് കയറുമ്പോൾ ആ വീട്ടിലൊരു ഇണക്കം പടച്ചോൻ ഉണ്ടാക്കി തരും, ഒരു അടുപ്പം പടച്ചോൻ ഉണ്ടാക്കി തരും. ഇണക്കങ്ങളും അടുപ്പങ്ങളൊക്കെ കൽബിൽ ഉണ്ടാകാനുള്ളൊരു മാർഗം പറഞ്ഞതാണ് അഫ്ഷുസ്സലാമ ബൈനക്കും, സലാം പറയണം എന്നാണ്. ആ സലാം പറച്ചിലാണ് റൂമിലേക്ക് ഭാര്യന്റെ അടുത്തേക്ക് കയറുമ്പോൾ ഭാര്യനോട് സലാം പറയും. ഭാര്യയാണ് കയറി വരുന്നതെങ്കിൽ ഭാര്യ ഭർത്താവിനോട് സലാം പറയണം. ആ സലാം പറച്ചിലൊക്കെ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കി, കാലങ്ങളായി തെറ്റിപ്പിരിഞ്ഞൊരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബങ്ങളിലേക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞു നോക്കി. നിങ്ങൾ അസ്സലാമു അലൈക്കും എന്നുള്ളൊരു വാക്ക്, ആ ഫോണ് കണ്ടിട്ട് ആ ഫോണിൻ്റെ എടുത്തിട്ട് നമ്മളെ ശബ്ദം കേട്ടാൽ, അസ്സലാമു അലൈക്കും എന്ന് കേട്ടാൽ അവിടെ നിന്ന് വരുന്നൊരു മറുപടി വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാത്ത് എന്നാണെങ്കിൽ എന്തൊരു ആനന്ദം ഉണ്ടാകും നമുക്ക്, നമ്മളെ കൽബിനുണ്ടാകുന്ന ഒരു സന്തോഷം എന്താ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, നല്ലോണം മനസ്സിലാക്കുക. എല്ലാ തിങ്കളാഴ്ചയിലും എല്ലാ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ച രാവുകളിൽ വിശ്വാസികളുടെ കർമ്മങ്ങൾ റബ്ബിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. മനുഷ്യന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. ഒരുത്തന്റെ കർമ്മം അല്ലാഹു സ്വീകരിക്കുന്നതല്ല, ഒരാളുടെ കർമ്മം അല്ലാഹു സ്വീകരിക്കുകയില്ല. അതാരുടെ കർമ്മമാണ്? സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അത് പരലോകത്തില്ല, അത് പരലോകത്തില്ല. നമ്മളിങ്ങനെ കുത്തിമറിയാണ്. രാത്രി നിസ്കാരത്തിന്റെ കൂലി, നോമ്പിന്റെ കൂലി, സ്വതക്കന്റെ കൂലി, സക്കാത്ത് കൊടുത്തിന്റെ കൂലി, ഇതൊക്കെ അങ്ങനെ വാരിക്കൂട്ടിയിട്ട് പരലോകത്തെത്തും ഒന്നുമില്ല. അവിടേക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്, അവിടുത്തെ വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്, നമ്മൾ പാടുപെടുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വെടുപ്പ് പോലെ നടക്കണം, നല്ല വൃത്തിയിൽ നടക്കണം. മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു ദിവസം, സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, യഥാർത്ഥ ലോകത്തേക്ക് നിങ്ങൾ കാലെടുത്തു വെക്കുന്നൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. അത് മരണമാണ്. യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കം എന്നുള്ളത് മരണമാണ്. അവിടെ ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ് മരണത്തിലൂടെ. ഈ ദുനിയാവിലെ ജീവിതം എന്താണെന്ന് അറിയുന്നത്? അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തേക്ക് വേണ്ടി കൃഷി നടത്താനുള്ള, വിത്തിറക്കാനുള്ള ഭൂമിയാണ് ഈ ദുനിയാവ്. ഇവിടെ അമലുകളാകുന്ന വിത്തിറക്കിയാൽ, സുഹൃതങ്ങളാകുന്ന വിത്തിറക്കിയാൽ അതിൻ്റെ ഫലം നമുക്ക് നാളെ പരലോകത്ത് കൊയ്തെടുക്കാം. അതിൽ പടച്ചോ നമുക്ക് കിട്ടിയൊരു തന്നൊരു തൗഫീഖ് എന്താ? മുസ്ലിമായി ജീവിക്കാനുള്ളൊരു തൗഫീഖ് പടച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു മുസ്ലിമായി നമുക്ക് ജീവിക്കാനുള്ളൊരു ചാൻസ് റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ വാഹനം, ഇസ്ലാം എന്ന വാഹനം, ഇതിലേക്ക് നമ്മൾ കയറി അല്ലേ? നമ്മൾ ഈ ഒതുക്കുങ്ങൽ അങ്ങാടിന്ന് കോട്ടക്കലിലേക്കൊരു ബസ് കയറിയാൽ മിനിമം ചാർജ് ഉണ്ടാകുക അല്ലേ? ഒരു മിനിമം ചാർജ് കൊടുത്ത് നമ്മളൊരു യാത്ര പുറപ്പെട്ടാൽ ആ ബസ്സിൽ കയറി നമ്മൾ യാത്ര അങ്ങനെ പോകുമ്പോൾ ബസ്സിൽ കുറേ നിയമങ്ങൾ ഉണ്ടാവും. ആ നിയമം എന്താ? കയ്യും തലയും പുറത്തിടരുത് എന്ന് ബസ്സിന്റെ നിയമമാണ്. പുകവലിക്കരുത് എന്ന് ബസ്സിന്റെ നിയമമാണ്. ടിക്കറ്റ് വാങ്ങുക, സൂക്ഷിക്കുക എന്ന് ബസ്സിന്റെ നിയമമാണ്. സ്റ്റെപ്പിൽ നിൽക്കരുത് എന്ന് ബസ്സിന്റെ നിയമമാണ്. ഇതൊക്കെ നിയമമായി അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളൊക്കെ പാലിച്ചാലേ നമ്മൾ എവിടെ എത്തുള്ളൂ? ഒരു മിനിമം ചാർജ് കൊടുത്ത് നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് ചെന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലേ? എന്നതുപോലെ ഇസ്ലാം എന്ന വാഹനത്തിലേക്ക് കാലെടുത്ത് വെച്ച് കയറിക്കഴിഞ്ഞാൽ സ്വർഗമെന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ സഹോദരങ്ങളെ, ആ ഇസ്ലാമിന്റെ സകല നിയമങ്ങളും വിധിവിലക്കുകളും അംഗീകരിച്ചും അനുസരിച്ചും ഉൾക്കൊണ്ടും ജീവിക്കുമ്പോഴാണ് സ്വർഗത്തിന്റെ ഒരു വഴി നമുക്ക് അല്ലാഹു തുറന്നു തരുന്നത്. അല്ലെങ്കിൽ മരിച്ചുപോയി കഴിഞ്ഞാൽ പരലോകത്തെത്തും ഒന്നും നമ്മുടെ കൂടെയില്ല. മരണം നമ്മുടെ തൊണ്ടക്കുഴിയിലേക്ക് വരുന്ന അന്ന് ആരൊക്കെ അകന്നു നിൽക്കുന്നുവോ, ആരെയൊക്കെ അകറ്റി നിർത്തിയോ അവരെല്ലാവരും സഹോദരങ്ങളെ, അവരെയെല്ലാം കാണണമെന്ന് തോന്നുന്നൊരു സമയം ഖുർആൻ പറഞ്ഞല്ലോ, കല്ലാ ഇദാ ബലഗത്തിത്തറാഖ്, കല്ലാ ഇദാ ബലഗത്തിത്തറാഖ്, വേണ്ട മനുഷ്യ, ഇദാ ബലഗത്തിത്തറാഖ്, തൊണ്ടക്കുഴിയിലേക്ക് നിന്റെ ജീവനെത്തുന്ന സമയം. ഈ തൊണ്ടക്കുഴിയിലേക്ക് ജീവനെത്തുന്ന സമയം, അന്നത്തെ ആ ദിവസത്തെ കുറിച്ച് ഖുർആൻ പഠിപ്പിച്ച വാക്ക് എന്താണെന്നറിയുമോ? അന്ന് വഖീല മൻ റാഖ്, മന്ത്രിക്കാൻ ആരാണുള്ളത്? ഒരു കലിമത്ത് തൗഹീദിന്റെ വാചകത്തെ ഉരുവിട്ടുതരാൻ, ഒരാശ്വാസത്തിന്റെ വാക്ക് പകർന്നു തരാൻ, ഒരു ദിക്റുകൾ ചൊല്ലിത്തരാൻ, ഒന്ന് പറഞ്ഞു തരാൻ
ആരാണ് എൻ്റെ കൂടെയുള്ളതെന്ന് മനസ്സിൽ തോന്നുന്ന സമയം, ആവശ്യപ്പെടുന്ന സമയമാണ്. കാലുകൾ ഇങ്ങനെ മേൽപോട്ട് വലിക്കുകയും താഴോട്ട് നിവർത്തുകയും ചെയ്യുന്ന കാലം. കൈകൾ ഇങ്ങനെ ചുരുട്ടുന്നു, നിവർത്തുന്നു, തലയിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നു. ശരീരമാകെ അസ്വസ്ഥമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ് നമ്മൾ. പരിശുദ്ധ ഖുർആനിന്റെ പദപ്രയോഗം, പരിശുദ്ധ ഖുർആനിന്റെ വാചകം അന്ന് നമുക്ക് തോന്നാണ്, എൻ്റെ ഉമ്മാനൊന്ന് കണ്ടിരുന്നുവെങ്കിൽ, എൻ്റെ വാപ്പാനെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ, എൻ്റെ ജേട്ടനെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ. നെഞ്ചിന്റെ ഭാഗം ഇങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് കരയുന്ന വാപ്പാന്റെ മുന്നിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിട്ട് മോള് പറയാണിപ്പാ അതൊന്ന് കുടിക്ക്, നിങ്ങൾക്കൊരാശ്വാസം ഉണ്ടാകുന്നു. ആ ഗ്ലാസ് ഇങ്ങനെ വാങ്ങിയിട്ട് കുടിക്കാൻ പോലും കഴിയാതെ അത് വിഷമിച്ച് കുടിക്കുമ്പോഴും എത്ര സ്നേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് കൊടുത്ത ആ വെള്ളത്തിൽ നിന്നും ശമനമില്ല. ആ വെള്ളത്തിന് ശമനമില്ല. മോന് വന്നിട്ട് പറയാണ്, വാപ്പാ ഇത് കുടിക്കിത് ഗുളികയാണ്, കഴിഞ്ഞ ആഴ്ച ഡോക്ടർ എഴുതി തന്ന ഗുളികയാണ്, ഇതൊന്ന് കുടിച്ചാൽ ഒരു ആശ്വാസം കിട്ടും വാപ്പാ. ഒരു സ്നേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് എത്ര വിദഗ്ധന്മാരായ ഡോക്ടർമാർ എഴുതി തന്ന ഗുളികക്കും ഫലമില്ലാത്ത ദിവസം, വിട പറയുന്ന ദിവസമാണ്. അന്ന് തോന്നും എൻ്റെ ഉമ്മ, അന്ന് എൻ്റെ വാപ്പാനെ ഒന്ന് കാണാൻ, എൻ്റെ ജേട്ടനെ ഒന്ന് കാണാൻ, ഒന്ന് കൈപിടിക്കാൻ, ഒരു സുഹൃതം ചെയ്യാൻ എനിക്കൊരവസരം നീട്ടിത്തരുമോ എന്ന് റബ്ബിനോട് മനസ്സുരുകി ചോദിക്കുന്ന സമയമല്ലേ. കണങ്കാലും കണങ്കാലും തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയമാണ്. കണ്ണുകൾ മേൽപോട്ട് മറിയുന്ന സമയമാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അല്ലാഹുവിലേക്ക് നമ്മുടെ റൂഹുമായി മലക്ക് ഉയരുന്ന ദിവസമാണ്. അത് നമ്മുടെ മരണത്തിന്റെ ദിവസമാണ്. രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. നാളെ നിങ്ങൾ എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാനും മനുഷ്യരെ നിങ്ങൾക്ക് സാധ്യമല്ല. അത് ഖുർആനിന്റെ വാചകമാണ്. ഖുർആനിന്റെ വാചകമാണ്. ലികുല്ലി ഉമ്മത്തിൻ അജലുൻ ഇദാ ജാഅ അജലുഹും ഫല്യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. അല്ലാഹ് പറഞ്ഞ വാക്ക്. എല്ലാവർക്കും ഒരു മരണം വരാനുണ്ട്. രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ലാത്തൊരു പിടുത്തം. ആ പിടുത്തത്തെ നമ്മൾ ഓർക്കാറുണ്ടോ? സുമ്മ ഖളാ അജലൻ, അല്ലാഹ് നിശ്ചയിച്ചൊരു അജലുണ്ട്, ഒരു അവധിയുണ്ട്. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അങ്ങോട്ട് മാറ്റിവെക്കുന്ന പ്രശ്നമില്ല. നമ്മുടെ റൂഹ് വിട പറയുകയാണ്. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെയുണ്ടായിരുന്ന എത്രയെത്ര ആളുകൾ ഇന്ന് ഖബറിലാണ്, ഇന്ന് യാത്രയായ അവസ്ഥയിലാണുള്ളത്. നമ്മുടെ ഖബറിലേക്ക് നമുക്കൊരു യാത്ര പോകണ്ടേ? ആറടി മണ്ണിലേക്ക് യാത്ര പോകേണ്ട ശരീരമല്ലേ? റബ്ബിന്റെ കോടതിയിലേക്ക്, വിചാരണയുടെ ലോകത്തേക്ക് എത്തുന്നൊരു ദിവസം നമുക്ക് വരാനില്ലേ? ആ ദിവസത്തിന് വേണ്ടി എന്തൊരുക്കി സുഹൃത്തെ? ആ ദിവസത്തിന് വേണ്ടി എന്ത് പാതേയമൊരുക്കി എന്ന് എന്നോടും നിങ്ങളോടും നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ ഖൽബിനോട് ചോദിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ച വാചകം അതാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താ ഒരുക്കിയത്? നിസ്കാരമുണ്ടോ? നോമ്പുണ്ടോ? സ്വതഖയുണ്ടോ? ദാനധർമ്മത്തിന്റെ പ്രതിഫലമുണ്ടോ? സകാത്ത് കൊടുത്തതിന്റെ കൂലിയുണ്ടോ? ദഅവത്തിന്റെ പ്രതിഫലമുണ്ടോ? തൗഹീദ് ഉറക്കെ വിളിച്ചു പറഞ്ഞതിന്റെ പ്രതിഫലം നേടിയെടുത്തിട്ടുണ്ടോ? ഈ സമുദായത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സമയം കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയാണ്. മരണത്തിന്റെ വെപ്രാളത്തിലാണ്, മരണത്തിന്റെ ശയ്യയിലാണ്. അബൂ ഹുറൈറന്റെ ചുറ്റിലും സ്വഹാബത്ത് ഇരിക്കുന്ന ഒരു സമയം. സ്വഹാബത്ത് ചുറ്റിലും ഇരിക്കുന്ന സമയത്ത് അബൂ ഹുറൈറന്റെ കണ്ണുകളിലൂടെ കണ്ണുനീരുകൾ ഇങ്ങനെ ചാലിട്ടൊഴുകുമ്പോ അബൂ ഹുറൈറനോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, റളിയല്ലാഹു അൻഹുവിനോട്, അല്ല അബൂ ഹുറൈറ, എന്തിനാ കരയുന്നത്? അബൂ ഹുറൈറ, ജീവിതം ധന്യമായിരുന്നില്ലേ താങ്കളുടെ ജീവിതം? പിന്നെ എന്തിനാണ് അബൂ ഹുറൈറ കരയുന്നത്? എന്തിനാണ്? എന്തുപറ്റി നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് മരണത്തെ ഓർത്തുകൊണ്ട് പേടിയല്ല, എൻ്റെ കൽബിൽ ഒരു ബേജാറ് തോന്നുന്നത്, സ്വർഗത്തിലേക്ക് യാത്ര പോകണമെങ്കിൽ ഇനി ഒരുപാട് കടമ്പകൾ ഞാൻ താണ്ടിക്കടക്കണം,
ഒരുപാട് കടമ്പകൾ, ഞാൻ സ്വർഗത്തിലെത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ എനിക്ക് താണ്ടിക്കിടക്കാനുണ്ട്. എൻ്റെ ബേജാർ എന്തെന്നറിയുമോ? എൻ്റെ പേടി എന്തെന്നറിയുമോ? വൽ മൗതു ഖരീബ്, മരണം എന്നിലേക്ക് അടുത്തിരിക്കുന്നു. സ്വർഗത്തിന് വേണ്ടിയുള്ള പാതേയം എൻ്റെ കയ്യിൽ കുറവാണ്, വിഭവങ്ങൾ എൻ്റെ കയ്യിൽ കുറവാണ്, അമലുകളാകുന്ന സുഹൃതങ്ങൾ എൻ്റെ കയ്യിൽ കുറവാണ്. എൻ്റെ പേടി എന്തെന്നറിയോ? വൽ മൗതു ഖരീബ്, മരണം ഇതാ അടുത്തിരിക്കുന്നു, മരണം എൻ്റെ അടുത്തു വന്നിരിക്കുന്നു. ഇനി എനിക്ക് ചാൻസ് ഇല്ലല്ലോ നിസ്കരിക്കാനും നോമ്പെടുക്കാനും സുഹൃതങ്ങൾ ചെയ്യാനും ദഅവത്ത് നടത്താനും സ്വതക്ക നൽകാനും ഞാൻ പിശുക്കി വെച്ച എൻ്റെ മുതലിൽ നിന്ന് എടുത്തു കൊടുക്കാനൊന്നും ഇനിതാ ചാൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. കൊടുക്കുകയാണ്, ഓടുകയാണ് നമ്മൾ. യാത്ര പോകുന്ന സമയമാണല്ലോ എന്നോർത്തിട്ടാണ് അബൂ ഹുറൈറാന്റെ കണ്ണുനീര്, സ്വഹാബത്തിന്റെ കരച്ചിലെങ്കിൽ സുഹൃത്തുക്കളെ, ആ മരണത്തെ ഓർത്തിട്ട് ഒരുറ്റു കണ്ണുനീര് കണ്ണിൽ നിന്ന് ഉതിർന്നു വീണിട്ടുണ്ടോ? ഈ ഒരു ചിന്തയോടെ പരലോകത്തേക്ക് എൻ്റെ കയ്യിൽ എന്താ ഉള്ളത് റബ്ബേ എന്നൊരു വിചാരത്തോടെ നമ്മുടെ മനസ്സിനോട്, നമ്മുടെ കൽബിനോട് നമ്മൾ ചോദിക്കുന്നുണ്ടോ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ കൽബിന് അള്ളാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വലിയ ആത്മാർത്ഥതയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ആത്മാർത്ഥതയോടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. സ്വഹാബത്ത് എങ്ങനെ ഒരു കാര്യം എടുത്താലും ഒക്കെ പരലോകത്തേക്കാണ് ചിന്ത പോവുക, പരലോകത്തേക്കാ ചിന്ത പോവുക. സ്വഹാബത്തിന്റെ ചിന്തകളൊക്കെ അങ്ങനെയായിരുന്നു. ജുലൈബീബ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി, റസൂലുള്ളാഹിന്റെ സ്വഹാബി, പുതപ്പ് നെയ്ത് വിറ്റ് നടക്കുന്നൊരു സ്വഹാബിയുണ്ട് റസൂലുള്ളാഹിക്ക്. അത്താഉസ്സലമ റളിയല്ലാഹു അൻഹു പുതപ്പുണ്ടാക്കിയിട്ട് ആ പുതപ്പ് വിറ്റിട്ടാണ് അത്താഉസ്സലമയുടെ ജീവിതം. പുതപ്പ് നെയ്തുണ്ടാക്കി പുതപ്പ് വിറ്റ് വരുന്ന അത്താഉസ്സലമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ പുതപ്പിനെ, തന്റെ വിരിപ്പിനെ കച്ചവടക്കാരുടെ മുന്നിൽ വിരിച്ചിട്ടിട്ട് വില പറയുകയാണ്. ആ വിരിപ്പിനിങ്ങനെ വില പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വാങ്ങാൻ ഉദ്ദേശിച്ചൊരു കച്ചവടക്കാരൻ, അത് വാങ്ങാൻ ഉദ്ദേശിച്ചൊരു വ്യക്തി പറഞ്ഞു, അത്തായേ, നിന്റെ ഈ പുതപ്പിന് ചില ന്യൂനതകളുണ്ടല്ലോ അത്തായേ. പുതപ്പ് അവിടെ ഇങ്ങനെ നൂല് വിട്ടുകണ്, നമ്മൾ പറയലോ ഇത് പറ്റൂല, ഇതിന് കുറെ ന്യൂനതകൾ. ഈ ന്യൂനതകൾ ഇങ്ങനെ കേട്ടപ്പോ മഹാനായ അത്താഉസ്സലമ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങുന്നു. അത്താഇന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ചാലിട്ടൊഴുകുന്നു. കൊച്ചുകുട്ടികളെ പോലെ കരയുന്ന അത്താഇനെ ചേർത്ത് പിടിച്ചിട്ട് ആ കച്ചവടക്കാരൻ പറഞ്ഞു, അത്തായെ, നീ കരയല്ലേ, നീ കരയാൻ വേണ്ടിയല്ല ഞാൻ ഈ പരാതി പറഞ്ഞത്, നീ കരയാൻ വേണ്ടിയല്ല, മറിച്ച് നീ നന്നാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ സമയത്ത് അത്താഉസ്സലമ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ എൻ്റെ പുതപ്പിന്റെ ന്യൂനത പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ കരഞ്ഞത്, എന്നെ കരയിപ്പിച്ചത് എന്തെന്നറിയുമോ? ഇന്നിതായി അത്താഇന് ഇതുപോലെയുള്ള നിങ്ങൾ പറയുന്നതിനേക്കാളും മെച്ചത്തിലുള്ള 100 കണക്കിന് പുതപ്പുകൾ നെയ്തു കൊണ്ടുവരാൻ അത്താഇന് അല്ലാഹു കഴിവ് തന്നിട്ടുണ്ട്. അത്താഇന് ചെയ്യാൻ ഇന്ന് കഴിയും. പക്ഷേ ഞാൻ ഓർത്തു പോയത് എന്തെന്നറിയുമോ സ്വഹാബ? ഈ പുതപ്പിന് നിങ്ങൾ ന്യൂനത പറഞ്ഞപ്പോ എന്റെ റബ്ബിന്റെ മുന്നിൽ എന്റെ അമലുകൾ വിരിച്ചിട്ടിട്ട് കണക്ക് പറയുന്നൊരു പരലോകത്തെ ഞാൻ ഓർത്തുപോയതാണ്. ആ പരലോകത്ത് എന്റെ അമലുകളിലേക്ക് ചൂണ്ടിയിട്ടെങ്ങാനും എന്റെ റബ്ബ് ന്യൂനത പറഞ്ഞാലോ? എന്റെ റബ്ബ് പറയാണ്, നിസ്കാരത്തിൽ ഇഖ്ലാസിന്റെ കുറവുണ്ടല്ലോ തായേ, നിന്റെ നോമ്പിൽ ഇഹ്സാനിന്റെ കുറവുണ്ടല്ലോ തായേ, നിന്റെ സ്വതക്കയിൽ റിയാ കലർന്നിട്ടുണ്ടല്ലോ തായേ എന്നെങ്ങാനും എന്റെ കർമ്മങ്ങളിലേക്ക് നോക്കിയിട്ട് അല്ല ന്യൂനത പറഞ്ഞാൽ രണ്ടാമത് ഭൂമിയിൽ വന്ന് ഇബാദത്തുകൾ ചെയ്തു പോകാനുള്ള ചാൻസ് എനിക്കുണ്ടാവില്ലല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് അത്താഉസ്സലമ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ചെയ്യുന്നത് ഇഖ്ലാസോടെയാവണം, ചെയ്യുന്നത് ആത്മാർത്ഥതയോടെയാവണം, നല്ല മനസ്സോടു കൂടിയാവണം, സ്വർഗത്തിൽ എനിക്ക് പ്രതിഫലം വേണമെന്ന നിയ്യത്തോടു കൂടിയാവണം. അങ്ങനെ ചെയ്തവരാണ് സ്വഹാബത്തൊക്കെ. റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞാൽ റളിയല്ലാഹു അൻഹു എണീറ്റ് ഓടുകയാണ്. സുബഹിന്റെ ജമാഅത്ത് കഴിയുമ്പോൾ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങി ഓടുക. റളിയല്ലാഹുവിന്റെ മഹിമ, ഇബാദത്തിന്റെ മഹിമ പറയാ ഞാൻ. ഭരണാധികാരിയാണ് ഉമർ. ഭരണാധികാരിയായ ഉമർ വീട്ടിൽ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടും. സ്വഹാബത്തിനൊരു ശക്ക്, എങ്ങോട്ടാണ് ഉമർ ഈ പോകുന്നത്, എവിടേക്കാണ് ഉമർ ഈ പോകുന്നത്?
ഭരണാധികാരിയാണ്. 20 ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഏകാത്മീയ സാമ്രാജ്യത്തിന്റെയും ഭരണാധികാരിയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു പോയപ്പോ ത്വൽഹ റളിയല്ലാഹു ഒരിക്കലും പിന്നാലെ പോയി. എവിടുക്കാ ഉമർ പോകണമെന്നറിയാൻ പിന്നാലെ ചെന്നു. ത്വൽഹ റളിയല്ലാഹു പിന്നാലെ കയറി ചെന്നിട്ട് മഹാനായ ത്വൽഹ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു എന്താ ചെയ്യണേ, എങ്ങട്ടാ പോണെന്ന് നോക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മലൻ പ്രദേശത്തുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ത്വൽഹ റളിയല്ലാഹു അൻഹു കാണുന്നു. ഉമർ അറിയാതെ ഉമറിനെ ഫോളോ ചെയ്ത് ത്വൽഹ പിന്നിലുണ്ട്. ആ വീട്ടിന്റെ ഓരത്ത് മാറി നിന്ന ത്വൽഹ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തു പോയ ശേഷം ആ വീട്ടിലേക്ക് ത്വൽഹ റളിയല്ലാഹു അൻഹു കയറി ചെന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു കയറി ചെന്നപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട്. അനങ്ങാൻ കഴിയാതെ, കണ്ണിന്റെ കാഴ്ചയില്ലാതെ, ശരീരത്തിൽ അത്രയും വാർദ്ധക്യത്തിലെത്തിയ ഒരു സ്ത്രീയുണ്ട് ആ വീട്ടിൽ. ആ പെണ്ണിന്റെ ആ സഹോദരിയുടെ വീട്ടിലേക്കാണ് ഉമർ റളിയല്ലാഹു അൻഹു കയറി ചെന്നത്. ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് ചെന്നിട്ട് ഈ ഉമ്മാനെ കണ്ടപ്പോ ചോദിച്ചു, ഉമ്മ ആരാണ് ഉമ്മ ഇവിടെ വന്നത്? ആരാ ഇവിടെ വന്നതെന്ന് ഉമ്മാക്കറിയോ? ആ ഉമ്മ പറഞ്ഞു, ആരാണെന്നറിയില്ല മോനെ, ഒരു കാര്യം ഉറപ്പാണ്, ആ വന്ന വ്യക്തിയാണ് എന്റെ വസ്ത്രം അലക്കി തരുന്നത്, ആ വന്ന വ്യക്തിയാണ് എന്റെ വീട് വൃത്തിയാക്കി തരുന്നത്, ആ വന്ന വ്യക്തിയാണ് എന്റെ വീടിനെ നന്നാക്കി തരുന്നത്, എന്റെ കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും വന്ന് ചെയ്തു തരുന്നത് ആ വ്യക്തിയാണെന്ന് എനിക്കറിയാം, ആരാണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഉമ്മ പറഞ്ഞു, ഒരു കാര്യം ഉറപ്പാണ്, ആ വന്ന വ്യക്തി നമ്മുടെ രാജ്യത്തെ ഭരണാധികാരിയായ ഉമറിനേക്കാൾ നല്ല മനുഷ്യനാണ് മോനെ എന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് ആ പ്രായമായ ഉമ്മ പ്രതികരിച്ചപ്പോ ത്വൽഹാന്റെ കണ്ണ് നിറഞ്ഞുപോയി. വീട്ടിന്റെ മുറ്റത്തിറങ്ങിയിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആസറാത്തി ഉമറ തൽതമിസ്, ഉമറിന്റെ കുപ്പായ കൈയിന്റെ നീളക്കുറവ് നോക്കി നടന്ന ത്വൽഹത്തെ, സഖിലത്തുക ഉമ്മുക യാ ത്വൽഹ, നിന്റെ ഉമ്മാനെ നിനക്ക് നഷ്ടമാകട്ടെ ത്വൽഹത്തെ, ഉമറിന്റെ കുപ്പായ കൈയിന്റെ നീളക്കുറവ് നോക്കി നടന്ന ത്വൽഹത്തെ നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന് സ്വയം ശപിച്ചു എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു റിയാ കലരാതെ ഒരു ഭരണാധികാരി എടുത്ത പണിയുടെ ഒരു ഉദാഹരണമാണെങ്കിൽ, സഹോദരങ്ങളെ, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുമ്പോ എങ്ങനെ ചെയ്യണം? ഇങ്ങനെ പണിയെടുക്കണം. അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാണ് വന്നതെന്ന് പോലും ആ ഉമ്മ അറിഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും വന്ന് വീട്ടിൽ സഹായിച്ചു കൊടുക്കുന്ന ആ ഉമ്മാക്ക് അത്താണിയായി മാറുന്ന ഉമറിന്റെ ഈമാൻ എവിടെ? ആ സ്വർഗമല്ലേ ഞാനും നിങ്ങളും കൊതിക്കുന്നത്? വലിയ കൊട്ടാരമുണ്ട് ഉമറിന് സ്വർഗത്തിൽ, വലിയ സ്ഥാനങ്ങളുണ്ട് ഉമറിന് സ്വർഗത്തിൽ റളിയല്ലാഹു അൻഹുവിന്. അതുകൊണ്ട് നമ്മളെപ്പറ്റി ഒന്നും ഇങ്ങനെ ഒരു പുനർവിചിന്തനം നടത്താനാണ് ഈ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ എവിടെയാണെന്ന് പരിശോധിക്കാൻ, ആ പരലോകത്ത് നമ്മളെ അവസ്ഥ എന്തായിരിക്കും എന്ന് പരിശോധിക്കാൻ അല്ലേ? ഇത്രയ്ക്ക് ചെയ്തിട്ടും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടും ഈ ഉമർ റളിയല്ലാഹു അൻഹു മുനാഫിക്കിന്റെ ലിസ്റ്റ് ഹുദൈഫാന്റെ കയ്യിൽ റസൂല് കൊടുത്തപ്പോ ചോദിച്ചത് എന്താ? ഹുദൈഫ, എന്റെ പേരെങ്ങാനും റസൂല് എണ്ണിയിട്ടുണ്ടോ എന്ന് ചോദിച്ചൊരു കാലം ഉമറിന് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു അല്ലേ? സഹോദരങ്ങളെ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടും ഓൽക്ക് ആശ്വാസം ഉണ്ടായിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് എന്നൊരു മട്ടിൽ പിന്നെ ഇബാദത്തിന്റെ കാര്യത്തിലൊക്കെ ഒന്നും അത്ര വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൊന്നും ഒരു പോയിട്ടില്ല. അവരധ്വാനിക്കന്നെയാണ്, അവർ സങ്കടപ്പെടുന്നതാണ്. അവർക്കൊക്കെ സ്വർഗത്തിൽ സ്ഥാനങ്ങളുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ട് എടുത്തു പറഞ്ഞതാ. അതുകൊണ്ട് നമ്മുടെ കൽബിനോട് നമ്മൾ ചോദിക്കുക, ആത്മാർത്ഥമായി നമ്മൾ അന്വേഷിക്കുക, നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, ഞാൻ എവിടെയാണ്, ഞാൻ എന്ത് ചെയ്തു, ആഖിറത്തിലേക്ക് വേണ്ടി എന്തുണ്ട് എൻ്റെ കയ്യിൽ എന്നൊരു പുനർവിചിന്തനം നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ നടത്താൻ അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ ഇബാദത്തൊക്കെ ചെയ്തിട്ടാണ് മരിച്ചു പോകുമ്പോൾ ഒരു സുഖം, ഒരു സന്തോഷം, ഒരു സമാധാനമൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും നാളെ പരലോകത്ത്. ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന നമ്മുടെ തടിയില്ലേ സഹോദരങ്ങളെ, ഈ ശരീരമില്ലേ, പുഴുക്കൾ കരിക്കാനുള്ളതാണ്. ഇവിടെ ജിമ്മിന് പോയി എക്സസൈസ് ചെയ്ത് അധ്വാനിച്ച് പെണ്ണുങ്ങളൊക്കെ മുഖം മിനുക്കി, എത്രയാണ് മിനുക്കണ് അല്ലേ? ആ മുഖത്ത് കൂടി ഇങ്ങനെ പുഴുക്കളിരിക്കുന്നൊരു ദിവസം നമ്മുടെ ഖബറിൽ വരാണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യത്ബഉൽ മയ്യിത്ത സലാസ,
ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങളാണ് അവന്റെ പിന്നാലെ പോവുക. ഒന്ന് അഹ്ലുഹു, അവന്റെ അഹ്ലാണ്. 2 വമാലുഹു, അവന്റെ ധനമാണ്. 3 വഅമലുഹു, അവന്റെ അമലാണ്. മക്കളും കുടുംബവും അഹ്ലും അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങിപ്പോരും. യബ്ഖാ വാഹിദ, ഒന്ന് ബാക്കിയാകുന്നത് യബ്ഖാ അമലുഹു എന്നാണ്. യബ്ഖാ അമലുഹു, അമലാണ് ഖബറിൽ ബാക്കിയാകുക. അമലാണ് നമ്മുടെ ഖബറിലുള്ളത്, ഇബാദത്താണ് നമ്മുടെ ഖബറിലുള്ളത്. അതുകൊണ്ട് ആ ഖബർ, ആ ബർസഖിയായ ലോകത്ത് വിജയിക്കാൻ വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യന് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്തഅമലഹു, അവന് അമലുകളുടെ ഒരു വാതിൽ അല്ലാഹു തുറന്നു കൊടുക്കും. അമല് ചെയ്യാനുള്ളൊരു വാതിൽ. സ്വഹാബത്ത് ചോദിച്ചു, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ എന്താണ് ഈ അമലിന്റെ കവാടം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു സ്വഹാബത്തിനോട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കവാടം അല്ലാഹു തുറക്കുകയാണ്. സ്വർഗത്തിലേക്ക് വേണ്ടി അമലുകൾ ചെയ്യാനുള്ളൊരു വാതിൽ അല്ലാഹു അയാൾക്ക് തുറന്നു കൊടുക്കുന്നു. ആ ഒരു കവാടം അല്ലാഹു തുറന്നു കൊടുക്കുകയാണ്. അമലുകൾ ചെയ്യാനുള്ള വാതിലിനെ റബ്ബ് തുറന്നു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് ഇബാദത്തിനുള്ള ചാൻസുകൾ അല്ലെങ്ങനെ തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ചില മനുഷ്യന്മാർ മരിക്കുന്ന നേരത്ത് മുസ്ലിമായി ജീവിച്ചിട്ട്, മുഅ്മിനൻ സ്വാലിഹാ, മുസ്ലിമായി ജീവിച്ചിട്ട്, ഫലമ്മാ ഖറബ അജലഹു, അജലെത്തിക്കഴിഞ്ഞാൽ, മരണമെത്തിക്കഴിഞ്ഞാൽ, മരണത്തിനോടടുക്കുമ്പോ ഫാസിഖായി മരിക്കുന്നവരുണ്ട്, ഫാജിറായി മരിക്കുന്നവരുണ്ട്, കാഫിറായി മരിക്കുന്നവരുണ്ട്. ചില മനുഷ്യന്മാരോ കാഫിറായി ഫാസിഖായി ജീവിച്ചിട്ട് മരിക്കുന്ന നേരത്ത് മുസ്ലിമായി മരിക്കുന്നവരുമുണ്ട്. അതിൽ റസൂലുള്ള എണ്ണി പറഞ്ഞൊരു കാര്യം, ചില മനുഷ്യന്മാർക്ക് മരണമടുക്കുന്ന നേരത്ത് അള്ളാഹു ഇബാദത്തുകൾ ഇരട്ടിപ്പിക്കാനുള്ള തൗഫീഖ് റബ്ബ് നൽകുന്നു. അങ്ങനെ ചില മനുഷ്യന്മാർ മരിക്കും. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇബാദത്തിന്റെ വഴി ഇങ്ങനെ തുറന്നു തരും പടച്ചോൻ, വിശാലമായി തുറന്നു തരും. ഈ റമദാൻ നമുക്ക് കിട്ടിയ ചാൻസാ നന്നായിട്ട് ചെയ്യാൻ, അധ്വാനിക്കാൻ, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ പടച്ചോൻ തന്ന ചാൻസാണ്. നന്നായിട്ട് അധ്വാനിച്ചു പോവുക. അങ്ങനെ അങ്ങോട്ട് മരിച്ചു പോണം. അങ്ങനെ മരിച്ചു പോണം സഹോദരങ്ങളെ. ഖബറിലേക്ക് കൊണ്ടുപോയി കിടത്തുമ്പോ, ബർസഖിയായ ലോകത്ത് നമ്മളെ കൊണ്ടുപോയി കിടത്തുമ്പോ, അവിടെ വെളിച്ചമില്ല, കിളിവാതിലുകളില്ല. ആ ഖബർ എന്ന ലോകത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖബർ എന്ന് പറഞ്ഞാൽ 6 അടി മണ്ണാകുന്ന ഖബറാണ്. മരണത്തിന്റെയും പരലോകത്തിന്റെയും മരണത്തിന്റെയും ഇടക്കുള്ള ഒരു ജീവിതത്തെയാണ് അള്ളാഹു ബർസഖ് എന്ന് പ്രയോഗിച്ചത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അള്ളാഹു രണ്ടിന്റെയും ഇടയിൽ ഒരു മറ നിശ്ചയിച്ചിട്ടുണ്ടതാണ് ബർസഖിയായ ലോകം. ഖബർ ബർസഖാണ്. ആ ബർസഖിലേക്ക് നമ്മൾ കൊണ്ടുപോയി കിടത്തിയാൽ, നമ്മുടെ ശരീരത്തെ കൊണ്ടുപോയി കിടത്തിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബർസഖ് എന്ന ലോകം അത് ഒന്ന് ഇരുട്ടിന്റെ കേന്ദ്രമാണ്. ഖബർ ഇരുട്ടിന്റെ കേന്ദ്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി വൃത്തിയാക്കിയിരുന്നൊരു പെണ്ണുണ്ടായിരുന്നു മദീനത്ത്. പള്ളിയൊക്കെ അങ്ങനെ അടിച്ചു വൃത്തിയാക്കിയിരുന്നൊരു പെണ്ണ്. ആ പെണ്ണ് മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തവളെ, ആ സഹോദരിയെ, സ്വഹാബ വനിതയെ ഖബറടക്കുകയും ചെയ്തു. യാത്ര കഴിഞ്ഞ റസൂലുള്ള വന്ന ശേഷം സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബ, ദിവസങ്ങളായി നമ്മുടെ പള്ളി ശുദ്ധീകരിച്ചൊരു പെണ്ണുണ്ടായിരുന്നല്ലോ, ആ പെണ്ണെവിടെയാണ്, അവളെ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ, അവൾ മരിച്ചു നബിയേ, ഞങ്ങൾ അവളെ ഖബറടക്കുകയും ചെയ്തു നബിയേ. ഉടനെ റസൂലുള്ളാന്റെ ചോദ്യം, ദല്ലൂനി അലാ ഖബരിഹാ, ആ പെണ്ണിന്റെ ഖബറൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? പെണ്ണിന്റെ ഖബർ അവിടെ ഒന്ന് കാണിച്ചു തരുമോന്നാ. സ്വഹാബത്ത് കൊണ്ടുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബറിനെ, പെണ്ണിന്റെ ഖബറിനെ കാണിക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് നമസ്കരിക്കുന്നു. റസൂലുള്ള പെണ്ണിനു വേണ്ടി ദുആ ചെയ്യുന്നു. തിരിച്ചു പോരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക്, സ്വഹാബികളെ,
ആ പെണ്ണിന്റെ ഖബർ ഇരുട്ടിന്റെ കേന്ദ്രമായിരുന്നു സ്വഹാബ. എന്റെ പ്രാർത്ഥന തീർന്നതോടെ ആ ഖബറിനെയുള്ള പ്രകാശത്തിന്റെ ലോകമാക്കി മാറ്റിയിരിക്കുന്നു. ഖബർ എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ ലോക. അവിടെ പോയി കിടക്കണം ഒറ്റക്ക്, ആരുമില്ല, നമ്മളെ കൂടെ ആരുമില്ല. ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നത്. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. അല്ലേ? എത്രയോ കേട്ട് ശീലിച്ച വരികളാ, വിവരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഒറ്റക്ക് കിടക്കുന്ന ഖബറിലേക്ക് ആരുമില്ലാതെ ഇരുട്ടിന്റെ ലോകത്ത് കിടക്കുന്നൊരു ദിവസം, അന്ന് വണ്ടുകളും പുഴുക്കളും നമ്മുടെ ശരീരത്തിലേക്ക് അരിച്ചു നീങ്ങുന്ന ദിവസമല്ലേ പ്രിയമുള്ളവരെ? ആ ദിവസത്തിൽ നമ്മുടെ മയ്യത്ത് കിട്ടുമ്പോൾ ആനന്ദിക്കുന്ന വണ്ടുകളും പുഴുക്കളും വന്ന് ഖബറിലുണ്ട്. ചിതലുകളരിക്കുന്ന ആ ഖബറിന്റെ ലോകത്ത് നമുക്ക് താങ്ങ് നൽകുന്നത്, നമുക്ക് കൂട്ടുനിൽക്കുന്നത് നമ്മുടെ സുഹൃതങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മുടെ നന്മകളല്ലാതെ വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കറകളഞ്ഞ വിശ്വാസമല്ലാത്ത ഒരു സുഹൃതവും വേറെ നമ്മുടെ കരങ്ങളിലില്ലല്ലോ. അതാണ് ഖബർ എന്ന ലോകം, അതാണ് ബർസഖ് എന്ന ലോകം. അവിടെ പോയി കിടക്കാനുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രണ്ടാമത് ഖബർ എന്ന് പറഞ്ഞാൽ ഞെരുക്കത്തിന്റെ കേന്ദ്രമാണ്, ഇടുക്കത്തിന്റെ കേന്ദ്രമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാം പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു യുദ്ധഭൂമിയിൽ അദ്ദേഹത്തിന്റെ തോളത്തൊരു അമ്പ് വന്ന് തറക്കുന്നുണ്ട്. സഅദ് ബിൻ മുആദിന്റെ ഷോൾഡറിൽ ഒരു അമ്പ് വന്ന് തറച്ചു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്ന നേരം ഹബീബായ റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലേക്ക് സഅദ് ബിൻ മുആദിന്റെ തലഭാഗം എടുത്തു വെച്ചിട്ട് റസൂലുള്ള തലയിൽ ഇങ്ങനെ മുടികൾക്കിടയിലൂടെ റസൂലുള്ളാഹിന്റെ വിരലുകൾ കൊണ്ട് തടവുമ്പോ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു കണങ്കാലുകൾ കൂട്ടിപ്പിണയുമ്പോ, അദ്ദേഹത്തിന്റെ കണ്ണുകൾ മേൽപോട്ട് മറിയുമ്പോ, അദ്ദേഹത്തിന്റെ റൂഹിനെ മലക്ക് പിടിക്കുന്ന നേരത്ത് മഹാനായ സഅദ് ബിൻ മുആദിന്റെ മുഖം കണ്ടിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഹബീബായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കാൻ തുടങ്ങുന്നു. ഹബീബിന്റെ മുഖത്ത് ചിരി വിടരുന്നു. സ്വഹാബത്തിന് അത്ഭുതം തോന്നുന്നു, എന്തിനാ റസൂൽ ചിരിക്കുന്നത്? അതേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് എടുത്തു വെക്കുന്ന റസൂലുള്ളാഹ്, ഹബീബായ റസൂല് ഖബറിലേക്ക് ഇറങ്ങി നിന്നു. ഖബറിൽ ഇറങ്ങി നിന്നിട്ട് റസൂലാണ് സഅദിന്റെ മയ്യത്തിനെ ഹബീബ് ഖബറിലേക്ക് റസൂലാണ് ഇറക്കി വെക്കുന്നത്. ഖബറിന്റെ ഉള്ളിൽ നിന്ന് റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് വാങ്ങിയിട്ട് ഖബറിലേക്ക് വെച്ചിട്ട് ചെരിച്ചു കിടത്തിയിട്ട് ഹബീബായ റസൂലുള്ളാഹ്, സ്വഹാബത്ത് പറയാണ്, റസൂലുള്ളാഹ് ചില സെക്കൻഡുകൾ അവിടെ ആലോചിച്ചു നിന്നുപോയി. എന്നിട്ട് ഖബറിൽ നിന്ന് മുകളിലേക്ക് കയറിയിട്ട് 3 പൊടി മണ്ണ് വാരി ഖബറിലേക്കിട്ട് പ്രാർത്ഥന ചൊല്ലിയിട്ട് സഅദിന്റെ ഖബറിൽ നിന്ന് യാത്ര പറഞ്ഞു പോരുമ്പോ, അവിടെ നിന്ന് റസൂലുള്ളാഹ് മടങ്ങിപ്പോരുന്ന നേരത്ത് അള്ളാന്റെ റസൂലിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീരുകൾ ഇങ്ങനെ ജാലിട്ടൊഴുകുകയാണ്. റസൂലുള്ളാഹ് കരയുകയാണ്. ഹബീബിനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, റസൂലേ, സഅദ് മരിക്കുമ്പോൾ നിങ്ങൾ ചിരിച്ചല്ലോ നബിയെ, ഇപ്പോഴെന്തിനാണ് നബിയെ നിങ്ങൾ കരയുന്നത്? എന്താ നിങ്ങളെ കരയിപ്പിച്ചത്? സഅദ് ബിൻ മുആദിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എൻ്റെ പൊന്നു സ്വഹാബത്തെ, എൻ്റെ സഅദിന്റെ റൂഹിനെ മലക്ക് പിടിക്കുന്ന നേരത്ത്, സഅദിന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന നേരത്ത് അള്ളാഹുവിന്റെ അർശിനൊരു കുലുക്കം സംഭവിച്ചു സ്വഹാബ. അർശൊന്ന് കുലുങ്ങിപ്പോയി സ്വഹാബത്തെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ, എൻ്റെ സഅദിന്റെ മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ സഅദിനു വേണ്ടി സ്വർഗത്തിന്റെ 70,000 മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു സ്വഹാബ. റബ്ബെനിക്ക് കാണിച്ചു തന്നു സ്വഹാബ, എൻ്റെ സഅദിനു വേണ്ടി സ്വർഗത്തിന്റെ 70,000 മലക്കുകൾ സഅദിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് വെച്ചതിന് ശേഷം
എന്തിനാണ് റസൂല് കരഞ്ഞതെന്നറിയുമോ? റസൂലുള്ള പറയാണ്, എന്റെ സഅദിന്റെ ഖബർ അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. എന്റെ സഅദിന്റെ ഖബർ എനിക്ക് കാണിക്കപ്പെട്ടു. ആ ഖബറിന്റെ അല്ലാഹു ആ ഖബറിനെ ഒന്ന് ഞെടുക്കുകയുണ്ടായി, ഖബറൊന്ന് ഇടുങ്ങുകയുണ്ടായി. എന്റെ സഅദ് ഇബ്നു മുആദിന്റെ ഖബറൊന്ന് ഞെരുങ്ങുകയുണ്ടായി സ്വഹാബത്തെ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ആരെങ്കിലും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ഇബ്നു മുആദ്, എന്റെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഈ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബർ ഇടുങ്ങും, ആ ഖബർ ഞെരുങ്ങും, ഞെരിഞ്ഞമരും. സഹോദരങ്ങളെ, അന്ന് വിചാരണയ്ക്ക് ശേഷം വിശ്വാസികളുടെ ഖബറിനെ അല്ലാഹു വിശാലമാക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ബർസഖിയായ ലോകത്ത് നമ്മൾ എത്തണം. അങ്ങനെ ഒരു ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി കിടത്താനുണ്ട്. അന്ന് നമുക്ക് കൂട്ടെന്താ? അന്ന് നമുക്ക് താങ്ങാരാ? നമ്മുടെ തണലാരാ? നമ്മൾ ചെയ്ത സ്വതക്ക, നമ്മൾ ചെയ്ത നിസ്കാരം, നോമ്പ്, ഇബാദത്തുകൾ, നമ്മുടെ വിശ്വാസം, ഇതൊക്കെയാണ് അവിടെ ഉണ്ടാകുക. അതുകൊണ്ട് പിന്നെ ആ ഖബറിൽ എങ്ങനെയാണ് മണ്ണോട് മണ്ണായി പോകോ? ഇല്ല. ആ ഖബറിൽ അങ്ങനെ മണ്ണോട് മണ്ണായി പോകൂല. ഉയർന്നു വരാനുണ്ട്. രണ്ടാമതൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഖബറിൽ വിചാരണകളുണ്ട്. ആ ഖബറിൽ രക്ഷയുണ്ട്. ആ ഖബറിൽ ശിക്ഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രക്ഷകളും ശിക്ഷകളും ആ ഖബറിലുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ഒരു ബർസഖ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നൊരു ലോകം, പിന്നെ നമ്മുടെ ശരീരത്തെ ഉയർത്തിക്കൊണ്ടുപോകുന്നൊരു ലോകമില്ലേ പ്രിയമുള്ളവരെ? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പരലോകം, മഹ്ശറാ ലോകം എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ ആ ലോകം. ഈ ഭൂമിക്കൊരു ഇളക്കം വരാനുണ്ട്, ഭൂമിക്കൊരു കുലുക്കം വരാനുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു വസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങുന്ന ദിവസം, ഭൂമി അതിന്റെ പ്രകമ്പനം കൊള്ളുന്ന ദിവസം, ശക്തമായ പ്രകമ്പനം. വഖാലൽ ഇൻസാൻ, അന്ന് മനുഷ്യന്മാർ ചോദിക്കും, മാലഹാ, എന്തു പറ്റിയടോ ഭൂമിക്ക്? എന്തു പറ്റി? എന്ത് സംഭവിച്ചു? സെക്കൻഡുകളെ കൊണ്ട് തകർന്നു പോയതാണ്. വയനാട്ടിലെ ദുരന്തം സംഭവിച്ചപ്പോ രാത്രി ഉറങ്ങിക്കിടക്കുന്ന ആയിരങ്ങൾ വെള്ളത്തിലേക്ക്, മണ്ണിന്റെ അടിയിലേക്ക് പതിയുന്നത് എത്ര എളുപ്പത്തിലായിരുന്നു പ്രിയമുള്ളവരെ, എത്ര വേഗതയിലായിരുന്നു സഹോദരങ്ങളെ. നമ്മളെ ഞെട്ടിച്ച വാർത്തകളാണതെങ്കിൽ യഥാർത്ഥത്തിൽ ഖിയാമത്തിന്റെ ദിവസം വന്നാൽ ഇദസ്സമാഉ ഫതറത് വഇദൽ കവാകിബു തസറത് വഇദൽ ബിഹാറു ഫുജ്ജിറത്. ഖുർആൻ എടുത്തു പറഞ്ഞതാണ് വഇദൽ ഖുബൂറു ബുഅസിറത്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന ദിവസം, ആകാശം പൊട്ടിപ്പിളരുന്ന ദിവസം, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന ദിവസം, കടലുകൾ ആളിക്കത്തുന്ന ദിവസം. ആ ദിവസത്തിന്റെ രംഗത്തെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അന്ന് ഇളകും മനുഷ്യന്റെ ശരീരം, അന്ന് ഇളകും മനുഷ്യന്റെ ഖൽബ്. വഖാലൽ ഇൻസാൻ, അന്ന് മനുഷ്യൻ ചോദിക്കും, മാലഹ, എന്തു പറ്റി? ഭൂമിക്കെന്താ സംഭവിച്ചത്? സഹോദരങ്ങളെ, അത് സംഭവിക്കാനുള്ളതാണെന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു നാശം വരാനുണ്ട്. എല്ലാം നശിച്ചു പോകും, എല്ലാം നശിച്ചു പോകും. അള്ളാഹുവിന്റെ മുഖമൊഴികെ, അല്ലെങ്കിൽ റബ്ബൊഴികെ ബാക്കി എല്ലാം ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകും, മരിച്ചു പോകും. രണ്ടാമതല്ല ഉയർത്തിക്കൊണ്ടുവരും, രണ്ടാമത് പടച്ചോൻ ഉയർത്തിക്കൊണ്ടുവരും. ആ ഖിയാമത്തിന്റെ രംഗത്ത് ഖുർആൻ പ്രയോഗിച്ചപ്പോ ഞാൻ വിശദീകരിക്കാതെ ചുരുക്കി പറയട്ടെ. ഗർഭിണികളായ പെണ്ണുങ്ങൾ അന്നത്തെ ഘോര ശബ്ദം കൊണ്ട് പ്രസവിച്ചു പോകുമെന്ന് റസൂലുള്ളാഹി ഖുർആനിന്റെ ആയത്തോതിയിട്ടാണ് നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ, അന്ന് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ആ തന്റെ മാറുപിടത്തിൽ നിന്ന് ഉമ്മ വലിച്ചെറിഞ്ഞ് കളയുമെന്ന് ആ ഘോര ശബ്ദത്തിന്റെ ഫലമായി. നോക്കൂ നിങ്ങൾ, അത് വരുന്നത് എപ്പോഴാ? ളുഹൻ വഹും യൽഅബൂൻ, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ളുഹയുടെ സമയം എടുത്തു പറഞ്ഞു. അതേപോലെ തന്നെ അല്ലാഹു എടുത്തു പറഞ്ഞ സമയം വഹും നായിമൂൻ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആ ശിക്ഷ നിങ്ങളെ പിടികൂടും. ആ ദിവസം നിങ്ങളെ പിടികൂടും. രാത്രിയാവാം സഹോദരങ്ങളെ, പകൽ സമയത്താവാം. അല്ലാഹു നിശ്ചയിക്കുന്ന സമയത്ത് ഖിയാമത്ത് സംഭവിക്കും. അന്ന് നമ്മളെല്ലാവരും, മനുഷ്യരെല്ലാവരും
രണ്ടാമത് ഉയർത്തിക്കൊണ്ടുവരും. ഈ ഭൂമി നശിച്ചിട്ട് ഒരു പന്ത് കളി കഴിഞ്ഞ മൈതാനത്തെ പോലെ ഈ ലോകത്തെ റബ്ബ് മാറ്റും. എന്നിട്ട് ആ ലോകത്തേക്ക് അള്ളാഹു വീണ്ടും കൊണ്ടുവരാൻ, വീണ്ടും മനുഷ്യനെ കൊണ്ടുവരാണ്. എല്ലാവരും വന്ന് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. മലക്കിന്റെ ഊത്തോട് കൂടിയതാ ഖബറുകൾ ഇളക്കി മറിക്കപ്പെടുന്നു. ഖബറിലുള്ളവർ ഇളകി വരുന്നു. അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഖാലു, അവർ പറയുന്നു, യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയതെന്ന് അവർ ചോദിക്കുന്നു. അന്ന് മുർസലുകൾ പറഞ്ഞ, പ്രവാചകന്മാർ പറഞ്ഞ ആ ദിവസം ഇതാ ഇവിടെ സത്യമായി പുലർന്നിരിക്കുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുന്ന ദിവസം എല്ലാവരും വരും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്തിന്റെ അന്ന് അവസാനത്തെ സെക്കൻഡിൽ ജനിച്ചു വീണ കുഞ്ഞുവരെ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. വസ്ത്രം ധരിക്കാത്തവരായി, ചേലാകർമ്മം ചെയ്യാത്തവരായി. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. സഹോദരങ്ങളെ, എല്ലാവരും വരികയാണ്. ആരുമില്ല, ആരും ബാക്കിയില്ല. എല്ലാവരും വരുന്നത്. ഉമ്മയുണ്ട് അവിടെ, വാപ്പയുണ്ട്, ചേട്ടനുണ്ട്, അനുജനുണ്ട്, കുടുംബങ്ങളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. പക്ഷെ ആർക്കും ആരെയും വേണ്ടാത്ത ലോകം, ആർക്കും ആരെയും വേണ്ടാത്ത ലോകം. എന്റെ മക്കളെ എടുത്തുറബേ, എന്റെ മാതാപിതാക്കളെ എടുത്തുറബേ, എന്റെ മക്കളെ, എന്റെ കുടുംബങ്ങളെ ആരെ വേണമെങ്കിലും എടുത്തോ എന്ന് മനുഷ്യൻ പറഞ്ഞു പോകുന്ന ദിവസമാണ്. തലക്ക് മുകളിൽ സൂര്യന്റെ ചൂട് വന്ന് നിൽക്കുന്ന ആ അസഹനീയമായ ആ ദിവസത്തെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആ ദിവസത്തെ നമ്മൾ മറന്നു പോകരുത്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഗ്രിദൂൻ. മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറയാ, ഇഖ്തറബ ലിന്നാസ്, മനുഷ്യന്റെ അടുക്കലേക്ക്, മനുഷ്യനിലേക്ക് അടുത്തിരിക്കുന്നു. എന്ത്? ഹിസാബുഹും, അവന്റെ വിചാരണയുടെ ദിവസം. വഹും ഫീ ഗഫ്ല, മനുഷ്യന്മാർ അതിൽ ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്. വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ, മനുഷ്യന്മാർ അശ്രദ്ധയിലായി കഴിഞ്ഞിരിക്കുന്നു. പരലോകത്തെ കുറിച്ച് അശ്രദ്ധയിലാണ്, ചിന്തിക്കണില്ല, ആലോചിക്കണില്ല, അങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ സംസാരത്തെ ഞാൻ ചുരുക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖിയാമത്ത് നാളിലേക്ക്, മഹ്ശറാ മുറ്റത്തേക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മളെ രണ്ടാമത് അല്ലാഹു ഉയർത്തിക്കൊണ്ടുവരുമ്പോ നമ്മുടെ കയ്യിൽ അമലുകളുണ്ടോ? അവിടെയുണ്ട് രക്ഷ. അല്ലേ? വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഒറ്റക്കൊറ്റക്കായിട്ട് വരണം. ആരുണ്ടാവില്ല താങ്ങ് നൽകാൻ, തണലായി വരാൻ ആരും നമ്മുടെ കൂടല്ല. ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ വരിക പരലോകത്ത്. അന്ന് ഉറാത്തൻ ഉസാത്തൻ ഉർലാ, വസ്ത്രം ധരിക്കാത്തവരാണവർ, ചേലാകർമ്മം ചെയ്യാത്തവരാണവർ, ചെരുപ്പ് ധരിക്കാത്തവരായിട്ടവർ കൊണ്ടുവരപ്പെടും. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ കോലത്തിൽ പരലോകത്ത് കൊണ്ടുവരുമ്പോ പരസ്പരം നോക്കിപ്പോകൂലെ നബിയെ? പരസ്പരം നോക്കിപ്പോകൂലെ റസൂലേ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, അന്നെവിടെയാണ് ആയിഷ? അവനവന്റെ കാര്യം നോക്കാൻ തന്നെ നേരമില്ലാത്ത സമയമല്ലേ ആയിഷ? എവിടെയാണ് അവർക്ക് മറ്റുള്ളവനെ നോക്കാൻ നേരം ആയിഷ? ആ പരലോകത്ത് യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒന്നും സഹോദരങ്ങളെ, ഒന്നും നമ്മുടെ പരലോകത്ത് ഉപകരിക്കണില്ല. സമ്പത്തോ ശരീരമോ മക്കളോ ഒന്നുമില്ല. അവിടെ ഉപകരിക്കുന്നതില്ല. മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയം, പളങ്ക് പോലെയുള്ള കൽബ്, അത് വേണം. സുഹൃതങ്ങളുടെ വിശ്വാസം കൊണ്ട് നിറക്കപ്പെട്ട കൽബ്, അതുണ്ടെങ്കിൽ അവിടെ വിജയിക്കാം. അള്ളാഹു സ്വർഗക്കാരെയും നരകക്കാരെയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞല്ലോ. ആ വിചാരണകൾ വ്യത്യസ്തമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. വ്യത്യസ്തമായ വിചാരണകൾ ഹദീസിന്റെ താളുകളിൽ നമുക്ക് കാണാം.
അന്നത്തെ വിചാരണയെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വാചകം നിങ്ങൾ ശ്രദ്ധിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു. അന്നത്തെ ദിവസം, ആ ദിവസം ആരുടെ നന്മയുടെ ഭാഗമാണോ കനം തൂങ്ങുന്നത്, ആരുടെ സുഹൃതമാണോ കനം തൂങ്ങുന്നത്, ഫഹുവ ഫീ ഈശത്തിർ റാദിയ. അവർ സംതൃപ്തകരമായ ജീവിതത്തിലായിരിക്കും, അവർ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലായിരിക്കും. എന്നാൽ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു, ആരെങ്കിലും ആരുടെ തിന്മയുടെ ഭാഗമാണോ കനം തൂങ്ങുന്നത്, ആരുടെ തുലാസിന്റെ ഭാഗമാണോ നന്മയുടെ ഭാഗം കനം കുറഞ്ഞ് തിന്മയുടെ ഭാഗം കനം തൂങ്ങുന്നുവോ, അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു ഫഉമ്മുഹു ഹാവിയ, അവർക്ക് ഹാവിയയുണ്ട്, അവർ ഹാവിയയിലായിരിക്കുമെന്നുള്ള പറയാണ്. വമാ അദ്റാക മാ ഹിയ, എന്താണ് ഈ ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് നാറുൻ ഹാമിയ, ചൂടേറിയ നരകമാണ്. ചൂടേറിയ നരകമാണ്. നമ്മുടെ വീട്ടിൽ അടുപ്പത്ത് കത്തുന്ന തീയാണ് നരകത്തിന്റെ തീ എന്ന് നമ്മൾ കരുതിയെങ്കിൽ തെറ്റിപ്പോയി. നരകത്തിന്റെ തീയതല്ല. കല്ലാ ഇന്നഹാ ലളാ, മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നതല്ല നരകം. നസ്സാഅത്തൽ ലിശ്ശവാ, തലയോട്ടിയെ ഉരുക്കിക്കളയുന്ന തീജ്വാലയാണ് നരകം. ആ നരകത്തിൽ നിന്ന് നിങ്ങളുടെ തടി നിങ്ങൾ രക്ഷപ്പെടുത്തണേ, നിങ്ങളുടെ കുടുംബത്തിന്റെ തടി നിങ്ങൾ രക്ഷപ്പെടുത്തണേ. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനെയും കല്ലിനെയും ഇന്ധനമാക്കി കരിച്ചു കളയുന്ന നരകത്തിൽ നിന്ന് നിങ്ങളുടെ തടിയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണം കേട്ടോ. ആ നരകത്തെ വർണ്ണിച്ചു റസൂലുള്ള, നരകത്തിന്റെ വിശാലത പഠിപ്പിച്ചു റസൂലുള്ള, നരകത്തിന്റെ ആഴത്തെക്കുറിച്ച് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന്റെ കൂടെ സദസ്സിലിരിക്കുന്ന റസൂലും സ്വഹാബത്തും ദീന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇത് സമിഅ വജ്ബതൻ, ഒരു ശബ്ദം കേൾക്കുകയാണ്. ഭീകരമായ ഒരു ശബ്ദം കേട്ടു. സ്വഹാബത്തിനോട് റസൂൽ ചോദിക്കുന്നു, സതദറൂന മാ ഹാദാ, ഇപ്പൊ കേട്ട ശബ്ദം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സ്വഹാബ? സ്വഹാബത്തിനോട് റസൂൽ ചോദിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിനോട് സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലിനും അറിയാം, പറഞ്ഞു തരൂ നബിയെ, എന്താണ് ആ കേട്ട ശബ്ദമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാദാ ഹജറുൻ, അതൊരു കല്ലാണത്, റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫ, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് എറിഞ്ഞൊരു കല്ലാണത്. ആ കല്ല് ചെന്ന് പതിച്ചത് ഇപ്പോഴാണ്. അതിന്റെ കാലയളവ് റസൂലുള്ള പറയാണ് 70 വർഷത്തിന്റെ വഴിദൂരം നരകത്തിന്റെ ആഴമുണ്ടെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് ഹഖാണ്. അന്നാറു ഹഖുൻ വൽ ജന്നത്തു ഹഖുൻ, റസൂലുള്ള പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളെ, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലളഹിബ്തും ഖലീലാ, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ, വലബകൈതും കസീറാ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു, നിങ്ങൾ വിതുമ്പുമായിരുന്നു. ഞാൻ കണ്ട നരകത്തെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഞാൻ അറിഞ്ഞ നരകത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ജിബ്രീലിനെ വിളിച്ചു റസൂലുള്ള. ജിബ്രീലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീലേ, നീ നരകത്തെ ഒന്ന് കണ്ടുവരൂ ജിബ്രീൽ. സ്വർഗത്തെ സൃഷ്ടിച്ചു സ്വർഗം കാണാൻ വേണ്ടി പറഞ്ഞു, നരകത്തെ സൃഷ്ടിച്ചു നരകം കാണാൻ വേണ്ടി പറഞ്ഞു. നരകം കണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയുന്ന വാചകമുണ്ട്, റബ്ബേ, നരകത്തെ ഞാൻ കണ്ടു നാഥാ, നരകത്തിന്റെ ഭയാനകത അറിഞ്ഞാൽ ആരും നരകത്തിലേക്ക് പോകൂല നാഥാ, അത്ര കഠിനമാണു നരകമെന്ന് പറഞ്ഞാൽ ജിബ്രീലിനോട് ഒന്നുകൂടി സന്ദർശിക്കാൻ പറഞ്ഞു. രണ്ടാമതും നരകം സന്ദർശിച്ച ജിബ്രീൽ റബ്ബിനോട് പറഞ്ഞ വാചകം എന്തെന്നറിയുമോ? നരകം കഠിനമാണെങ്കിലും, നരകത്തിലേക്ക് മനുഷ്യൻ ആഗ്രഹിക്കുകയില്ലെങ്കിലും, നരകത്തിലേക്കുള്ള പാത എളുപ്പമാണ് റബ്ബേ, നരകത്തിലേക്കുള്ള വഴിയില്ലേ, അത് എളുപ്പമാണ് റബ്ബേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അള്ളാഹുമായി നടത്തിയ സംഭാഷണം നമ്മുടെ മുന്നിൽ വിവരിച്ചു തരുന്നുവെങ്കിൽ
എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ നരകം അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു. ഫാസിഖിന് വേണ്ടി, തെമ്മാടികൾക്ക് വേണ്ടി, തോന്നിവാസികൾക്ക് വേണ്ടി, ശിർക്കിന്റെ ആളുകൾക്ക് വേണ്ടി, കുഫറിന്റെ വക്താക്കൾക്ക് വേണ്ടി ആ നരകത്തെ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. നരകത്തിന്റെ വിശാലതയെ കൂടുതലൊന്നും വിവരിക്കേണ്ടതില്ല. നരകത്തിൽ കോടാനക്കോടി മനുഷ്യരെ അല്ലാഹു നരകത്തിൽ എറിയുമെന്ന് ഹദീസിൽ നമുക്ക് കാണാം. കോടാനക്കോടി മനുഷ്യരെ, ഹദീസിന്റെ പദപ്രയോഗങ്ങൾ വ്യത്യസ്തമായി കാണാം. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നരകത്തിൽ കോടാനക്കോടി മനുഷ്യരുണ്ട്. ആ കോടാനക്കോടി മനുഷ്യരിൽ ഒരു മനുഷ്യന്റെ വലിപ്പം, ഓരോ മനുഷ്യന്റെയും വലിപ്പത്തെ നമ്മൾ എടുത്താൽ മതി. ഒരു മനുഷ്യന്റെ തോളിന്റെ ഒരറ്റം മുതൽ മറ്റേ തോളിന്റെ അറ്റം വരെ എത്തണമെങ്കിൽ 3 ദിവസത്തെ യാത്രാ ദൂരമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നരകക്കാരന്റെ തോളിന്റെ വലിപ്പം. നരകക്കാരന്റെ പല്ലിന്റെ വലിപ്പത്തെ കുറിച്ച് പറഞ്ഞു, മിർസുൽ കാഫിർ ഔനാദുൽ കാഫിർ മിസ്ലു ഉഹുദിൻ. ഉഹുദ് മലയുടെ വലിപ്പമാണ് നരകക്കാരന്റെ തേറ്റക്ക്, നരകക്കാരന്റെ മോണക്ക് എന്ന് കളവ് പറഞ്ഞിട്ടില്ലാത്ത നേതാവ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹീന്റെ അടിസ്ഥാനത്തിൽ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞ വാചകമാണിതെങ്കിൽ ആ നരകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ആ നരകത്തെ കുറിച്ച് ഓർക്കാറുണ്ടോ? നരകക്കാരന്റെ ഇരിപ്പിടത്തിന്റെ വലിപ്പം, നരകക്കാരന്റെ മജ്ലിസിന്റെ വലിപ്പം, ഫഇന്ന മജ്ലിസഹു ഫീഹിൽ ജഹന്നമ കമാ ബൈന മക്ക വ മദീന. മക്കക്കും മദീനക്കും ഇടയിൽ എത്ര കിലോമീറ്റർ വ്യത്യാസമുണ്ടോ അത്ര വിശാലത നരകക്കാരന്റെ ഊരയുടെ വലിപ്പത്തിനുണ്ട്, അവന്റെ മജ്ലിസിന്റെ വലിപ്പത്തിനുണ്ടെന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ്. അവന്റെ ശരീരത്തിന്റെ, അവന്റെ തൊലിക്കല്ലാഹു നോക്കൂ നിങ്ങൾ, വലിയ കട്ടിയുള്ള തൊലികൾ നൽകി. ആ കട്ടിയുള്ള തൊലികളിലേക്ക് താറുകൊണ്ടുള്ള കുപ്പായം അല്ലാഹു ധരിപ്പിക്കുന്നു. കത്തിയാളുന്ന നരകത്തിയിലേക്ക് താറൊരുകുമ്പോ അതിന്റെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? താറുകൊണ്ടുള്ള കുപ്പായം അല്ലാഹു ധരിപ്പിക്കുന്നു. മാംസളമായ ഭാഗങ്ങൾ, ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങളുടെ മുകളിൽ താറുകൊണ്ടുള്ള കുപ്പായം ധരിപ്പിച്ച് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ള ചെറിയ ചൂടിന്റെ വിശാലത എത്രയാണ് പറഞ്ഞതെങ്കിൽ ആ ചൂട് നരകത്തിലേക്ക്, ഈ താറിലേക്ക് ഇങ്ങനെ തട്ടുമ്പോ ഉരുകി വലിക്കുന്ന മനുഷ്യ ശരീരമില്ലേ? ഉരുകി വലിക്കുന്ന താറിന്റെ കൂടെ ഉരുകി വലിക്കുമ്പോ അല്ലാഹു വീണ്ടും തൊലി നൽകുന്നു, വീണ്ടും അല്ലാഹു താറുകൊണ്ടുള്ള കുപ്പായം നൽകുന്നു. വീണ്ടും ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ. നരകമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ. രണ്ടിന്റെയും ഇടയിലുള്ള ജീവിതം. മരണമുണ്ടോ? അതില്ലല്ലോ പ്രിയമുള്ളവരെ. എന്നാൽ ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും നരകക്കാരനില്ല. ദുരന്തപൂർണമായ ഒരു ജീവിതമാണ് നരകക്കാരന്റെ അവസ്ഥകളെങ്കിൽ ഈ നരകത്തിൽ നിന്ന് നിങ്ങളെ കാക്കണേ, നിങ്ങളുടെ മക്കളെ കാക്കണേ. നരകത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഈ താഴ്ഭാഗത്തെ ചുണ്ട് പൊക്കിള് വരെ തൂങ്ങി നിൽക്കുമെന്നാണ്, മുകൾ ഭാഗത്തെ ചുണ്ട് നെറ്റിത്തടം വരെ പൊങ്ങി നിൽക്കുമെന്നാണ്. അണ്ണാക്കിലേക്ക് കൈയിങ്ങനെ അണ്ണാക്കിലിട്ട് കൈ കടിച്ചിട്ട് പറയുന്ന വാക്ക്, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കഷ്ടമേ, അല്ലാഹനെയും റസൂലിനെയും ഞാൻ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. നിസ്കരിക്കാൻ ചാൻസ് ഉണ്ടായി, സുഹൃതങ്ങൾ ചെയ്യാനുള്ള എല്ലാ വഴികളും ഒരുങ്ങിയിട്ടും ഞാൻ ചെയ്തില്ലല്ലോ റബ്ബേ എന്ന് അന്ന് വിലപിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അന്ന് ചില ആളുകൾ പറയും, എൻ്റെ മക്കളെ നരകത്തിൽ എറിഞ്ഞ റബ്ബേ, എൻ്റെ ഉമ്മാനെ നരകത്തിൽ എറിഞ്ഞ റബ്ബേ, എൻ്റെ വാപ്പാനെ നരകത്തിൽ എറിഞ്ഞ റബ്ബേ, എൻ്റെ കുടുംബങ്ങളെ മുഴുവനും നീ നരകത്തിലിട്ട അല്ലാ, ലോകത്തുള്ള സകല മനുഷ്യരെയും നീ നരകത്തിലേക്ക് എറിഞ്ഞ റബ്ബേ, എൻ്റെ തടിയൊന്ന് കാക്കാൻ ഒരു വഴി എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന സമയമുണ്ടെന്ന്. അന്നത്തെ ദിവസം സുഹൃത്തുക്കളെ, നരകത്തിലേക്ക് എറിയപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിൽ, ഈ കത്തിയാളുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമോ? നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകൾ കാണാം. അവസാനമായി സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗത്തെ അല്ലാഹു നരകത്തിൽ നിന്ന് കൊണ്ടുവരും. നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന്മാരെ അല്ലാഹു നരകത്തിൽ നിന്ന് എടുത്തിട്ട് നിസ്കാരവും തൗഹീദും നിലനിർത്തിയ മനുഷ്യന്മാർ, അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കഴിഞ്ഞാൽ അവരെ എടുത്തിട്ട് തൗഹീദിന്റെ വക്താക്കളെ, നിസ്കാരം നിലനിർത്തിയ മനുഷ്യന്മാരെ അല്ലാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്ന രംഗം
ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ നമുക്ക് കാണാം, അത് കഴിഞ്ഞാൽ പിന്നെ നരകം മൂടപ്പെടുമെന്നാണ് ഹദീസ്. അവസാനം സ്വർഗത്തിലേക്ക് പോകേണ്ടവനും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ നരകം മൂടപ്പെടും, നരകത്തിനൊരു മൂടിയിടും. സുഹൃത്തുക്കളെ, നരകത്തിന്റെ മൂടി നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അതിനെ ചിന്തിച്ച് രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല. അത്ര രൂപത്തിൽ ആ മൂടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നരകം തുറക്കുന്ന പ്രശ്നമില്ല. ഇതെന്തിനാ പറഞ്ഞതെന്നറിയുമോ? ആ മൂടപ്പെട്ട നരകത്തിൽ ഞാനുണ്ടാകുമോ? ആ മൂടപ്പെട്ട നരകത്തിൽ എൻ്റെ മക്കൾ പോകരുത്, ആ മൂടപ്പെട്ട നരകത്തിൽ എൻ്റെ മാതാപിതാക്കൾ പോകരുത്, ആ മൂടപ്പെട്ട നരകത്തിൽ എൻ്റെ അയൽവാസി പോയി കൂടാ. ഈ ഒരു പള്ളി ഇവിടെ ഉണ്ടായിട്ട് ഇതിൻ്റെ ദഅവത്തിന് വേണ്ടി കെട്ടിപ്പടുത്തിട്ട് ഇവിടെ ഒരു ദഅവത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഈ വികാരം നമ്മുടെ കൽബിലില്ല എന്നാണ് അർത്ഥം. ഈ വികാരം, ഈ ഒരു വിചാരം നമ്മുടെ മനസ്സിലില്ല എന്നാണ് അർത്ഥം. സഹോദരങ്ങളെ, നമ്മളൊക്കെ പണിയെടുക്കുന്നവരാണ്, ദഅവത്ത് നിർവഹിക്കുന്നവരാണ്. ദഅവത്തിന്റെ പ്രാധാന്യം കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇവിടെയാണ്. നരകം മൂടപ്പെട്ട് കഴിഞ്ഞാൽ ആ മൂടപ്പെട്ട നരകം പിന്നെ തുറക്കുന്ന പ്രശ്നമില്ലെങ്കിൽ, നമ്മൾ ഇഷ്ടപ്പെട്ട പല ആളുകളും അതിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാനാകുമോ സഹോദരങ്ങളെ? നമ്മുടെ തടിയതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാനാകുമോ? അതുകൊണ്ട് അന്നാറു ഹഖ്ഖുൻ വൽ ജന്നത്തു ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. അതല്ലാത്ത മറ്റൊരു സ്ഥാനം എന്നുള്ളത് സ്വർഗമാണ്, സമാധാനത്തിന്റെ ലോകം. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. 8 കവാടങ്ങളുണ്ട് സ്വർഗത്തിന്, 8 കവാടങ്ങളുണ്ട് സ്വർഗത്തിന്. 8 കവാടങ്ങളിലൂടെയും സ്വാഗതം ചെയ്യപ്പെടുന്ന മനുഷ്യന്മാർ ഭൂമിയിലുണ്ട്. സ്വർഗക്കാരെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന നോമ്പുകാരൻ റയ്യാൻ എന്ന കവാടം അവനെ സ്വാഗതം ചെയ്യുമെന്നാണ്. മർഹബൻ മർഹബൻ എന്ന് റയ്യാൻ എന്ന കവാടം നമ്മളെ സ്വാഗതം ചെയ്യുമെന്ന് ഹദീസിൽ കാണാം. ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് സ്വർഗത്തിലേക്ക് നമ്മളെ വിളിക്കുന്നത് മലക്കുകളാണ്. മലക്കുകൾ നമ്മളെ സ്വീകരിക്കുകയാണ്. സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. നിങ്ങൾ പ്രവേശിച്ചോളൂ, ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നമില്ല. സ്വർഗത്തിൽ നിന്ന് പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. സ്വർഗം അവർക്ക് ശാശ്വതമാണ്. സഹോദരങ്ങളെ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പ് എത്ര മനോഹരമാണ്, എത്ര ആനന്ദകരമാണ്. ആ സ്വർഗത്തോപ്പിലേക്ക് പ്രവേശിക്കണ്ടേ നമുക്ക്? കാലെടുത്തു വെക്കണ്ടേ നമുക്ക്? അല്ല ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ മഹനീയത, അല്ല ഒരുക്കി വെച്ച, ഞാനൊരു ക്രോഡീകരണമില്ലാതെ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗത്തെയും നരകത്തെയും ഒക്കെ പറഞ്ഞിടത്ത് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ് സ്വർഗം. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തതാണ് സ്വർഗം. വലാ ഖത്തറ അലാ ഖൽബി ബസർ, ഒരു കൽബ് കൊണ്ടും ചിന്തിച്ച് വിഭാവനം ചെയ്യാൻ പറ്റാത്ത മനോഹാരിത നിറഞ്ഞതാണ് അല്ലാഹുവിന്റെ സ്വർഗം. ആ സ്വർഗം പാരി വിതറപ്പെട്ട മുത്തുകളെപ്പോലെ കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്കുന്ന സ്വർഗം. പൂന്തോട്ടം എന്ന് ജന്നത്ത് എന്ന പേരുള്ള ആ സ്വർഗത്തെ അല്ലാഹു വർണ്ണിക്കുകയാണ്. അതിമനോഹരമാണ് ആ സ്വർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം നമുക്ക് കാണാം. സ്വർഗത്തിൽ മണിമാളികകളുണ്ട്, സ്വർഗത്തിൽ വീടുണ്ട് പലർക്കും, സ്വർഗത്തിൽ കൊട്ടാരങ്ങളുണ്ട് പലർക്കും. സ്വർഗത്തിൽ 4 തൂണുകളാൽ നാട്ടിത്തീർത്തപ്പെട്ട ഒരു ഖുബ്ബ റസൂലുള്ള കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, 4 തൂണുകളാൽ നാട്ടി നിർത്തപ്പെട്ട ഒരു അതിമനോഹരമായ വർണ്ണരാജികളുള്ള ഒരു ഖുബ്ബ എന്റെ മേറാജ് യാത്രയിൽ ഞാൻ കണ്ടു സ്വഹാബ. ആ ഖുബ്ബ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അതിന്റെ ചുവട്ടിൽ ഒരു തടാകം ഞാൻ കാണുന്നു. ഈ തടാകം എന്തെന്ന് ചോദിച്ചപ്പോ അതിമനോഹരമായ സ്വർണത്തിന്റെ കോപ്പകൾ വിതറപ്പെട്ട ആ തടാകം അതെന്താണെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ നൽകിയ മറുപടി എന്തെന്നറിയുമോ? അത് സ്വർഗത്തിലെ ഹൗദുൽ കൗസറാണ് നബിയെ. ഹൗദുൽ കൗസറാണ് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും എന്നൊക്കെ ഹദീസിന്റെ താളുകളിൽ വ്യാഖ്യാനിച്ച ആ ഹൗദിന്റെ അരികത്ത് വിശ്വാസികൾക്ക് കുടിക്കാനുള്ള പാകതയിൽ അല്ല ഒരുക്കി വെച്ച ആ സ്വർണ്ണക്കോപ്പകൾ വിതറപ്പെട്ട രൂപത്തിൽ ആകാശത്ത് നക്ഷത്രങ്ങളെ വാരി വിതറിയതുപോലെ ആ തടാകത്തിൽ അല്ലാഹു സ്വർണത്തിന്റെ കോപ്പകൾ വിതറിയിട്ടുണ്ട്.
ഇഞ്ചിയുടെ ചേരുവയുള്ള ചുവയാണ് സ്വർഗക്കാരന് ലഭിക്കുന്ന അതിൽ നിന്നുള്ള അതേ സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണത്തിന്റെ കുടിക്കുന്ന വെള്ളത്തിന്റെയൊക്കെ ചുവയിൽ ആ ചേരുവയുള്ള പാത്രങ്ങളിലൂടെയാണ് അവർ കഴിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ സ്വർഗത്തെ എങ്ങനെ വിവരിച്ചു പോകാൻ ഒരുപാട് പറയാണ്ട്. ഈ ഒരു ലോകം നമുക്ക് വേണ്ടിയുള്ള ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ലോകം അല്ലാഹ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ നിരന്തരമായി ജന്നത്തിനെ റബ്ബിനോട് ചോദിക്കണം, സ്വർഗത്തെ അല്ലാഹുവിനോട് ചോദിക്കണം. നിങ്ങൾ ചോദിക്കുമ്പോ പർദീസ തന്നെ ചോദിക്കണം. എന്താ പർദീസ? ഫിർദൗസാണ്. ജന്നത്തുൽ ഫിർദൗസിനെ തന്നെ നിങ്ങൾ ചോദിക്കണം. ഉള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ടതാണ് ജന്നത്തുൽ ഫിർദൗസ്. അള്ളാഹുവിൻ്റെ അർഷിന്റെ താഴെ, അർഷിന്റെ നേരെ താഴെയുള്ള വ്യത്യസ്തമായ നാനാഭാഗത്തു നിന്നും അരുവികൾ ഇങ്ങനെ ഒഴുകുന്ന ഒരു മനോഹരമായ ഒരു കേന്ദ്രം, പൂന്തോട്ടങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട കേന്ദ്രമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച ആ ലോകം ജന്നത്തുൽ ഫിർദൗസ്. അതിലേക്ക് പ്രവേശിക്കണ്ടേ? അതിനു വേണ്ടി എന്താ നമ്മളെ കയ്യിലുള്ളത്? എന്ത് സുഹൃത നമ്മളെ കയ്യിലുള്ളത്? എന്ത് സൽക്കർമ്മം നമ്മളെ കയ്യിലുള്ളത്? നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, ആവർത്തിച്ച് ചോദിക്കുക. ഞാൻ അവസാനം ഒരൊറ്റ ചരിത്രം മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സമയം അധികം പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന നിലക്ക് സുഹൃത്തുക്കളെ, ഈ സ്വർഗവും നരകമൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വിവരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയുടെ വിട്ടുപോകുക എന്നുള്ളതല്ല. സ്വഹാബത്ത് ഈ സ്വർഗത്തൊക്കെ കണ്ടത് എങ്ങനെയെന്ന് അറിയാം? ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് രണ്ട് മനുഷ്യന്മാർ കയറി വരുന്നുണ്ട്. ചരിത്രത്തൊന്ന് അടിവരട്ട് ശ്രദ്ധിക്കണേ. ഒരു പരാതിപ്പെട്ട് രണ്ടാളുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരുന്നത്. രണ്ടാളെ പ്രശ്നം എന്താ? രണ്ടും അയൽവാസികളാണ്. അയൽവാസികളുടെ പ്രശ്നം എന്താ അറിയോ? അപ്പം പിന്നെ അയൽവാസിയുടെ ഒരു ചെറുപ്പക്കാരനും ഒരു വൃദ്ധനായ ഒരു പ്രായമുള്ള മനുഷ്യനുമാണ്. ഈ പ്രായമുള്ള മനുഷ്യൻ്റെ ഒരു തോട്ടത്തിലൊരു വൃക്ഷം, ഒരു മരം ഈ ചെറുപ്പക്കാരൻ്റെ അതിരിലുണ്ട്. ഈ ചെറുപ്പക്കാരനൊരു വേലി കെട്ടണം, ഒരു അതിരുണ്ടാക്കണം. അപ്പം ഈ അതിരി കെട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ഈ വൃക്ഷം തടസ്സമാണ്, അയൽവാസിയുടെ വൃക്ഷം തടസ്സമാണ്. അപ്പോൾ ആ ഷെയ്ഖിനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രായമായ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് വെട്ടി മാറ്റിത്തരുമോ? എനിക്കൊരു അതിരുണ്ടാക്കണം, ഇവിടെ ഒരു വേലി കെട്ടണം. മനുഷ്യൻ പറഞ്ഞു, ഞാൻ മാറ്റിത്തരൂല. അപ്പം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പണം തരാം, എന്നാലെങ്കിലും അത് മാറ്റിത്തരൂ. അപ്പോഴും പറഞ്ഞു, ഒരു പണത്തിന് ഞാനത് തരൂല, എത്ര പൈസ എന്നാലും ഞാനെന്ത് ചെയ്യൂല, അത് തരൂല. എത്ര ദിർഹമുകളും ദീനാറുകൾ തന്നാലും ഞാനത് തരൂല. ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ രണ്ടാളുകളും റസൂലുള്ളാഹിന്റെ മുന്നിൽ വരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നിട്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, നിന്റെ അയൽവാസിയല്ലേ, അതുകൊണ്ട് മുറിച്ച് മാറ്റി കൊടുത്തൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മനുഷ്യൻ പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ മാറ്റൂല, ഞാൻ മാറ്റി കൊടുക്കൂല. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, അയാൾ പണം തരാന്ന് എന്നോട് പറഞ്ഞില്ലേ, ഞാനൊരു പണത്തിനും വേണ്ടി ഞാൻ കൊടുക്കൂല നബിയെ, അയാൾക്ക് ഞാൻ എൻ്റെ വൃക്ഷം കൊടുക്കൂല, ഒരു വാശി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, നീ വൃക്ഷം കൊടുക്കണ്ട, നീ ആ വൃക്ഷം കൊടുത്താൽ, പണത്തിന് നീ കൊടുക്കണ്ട, നീ ആ വൃക്ഷം കൊടുത്താൽ സ്വർഗത്തിൽ അല്ലാഹു നിനക്കൊരു വൃക്ഷം, ഒരു അതിമനോഹരമായ ഒരു വൃക്ഷം അല്ലാഹു നിനക്ക് നൽകും എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യാം. ആരാ പറയണത്? ഹബീബിന്റെ വാക്ക് നാവിൽ നിന്നാ കേൾക്കണത്. സ്വർഗത്തിലൊരു വൃക്ഷം കിട്ടാറിന് അവിടെ ഒരു സീറ്റ് ഉറച്ചു എന്നാണ് അല്ലേ? ആ സ്വർഗത്തിലൊരു വൃക്ഷം കേട്ട ഉടനെ ഈ മനുഷ്യൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഒരു സ്വർഗത്തിലെ വൃക്ഷം എനിക്ക് വേണ്ട, ഞാനത് കൊടുക്കാൻ തീരുമാനിച്ചിട്ട് പോയി. റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് നടന്നങ്ങനെ പോയി. സ്വഹാബത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. അബൂ ദഹ്ദാ, ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോയപ്പോ അജബായി നിൽക്കുന്ന സ്വഹാബത്ത്, അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സ്വഹാബത്ത് അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു പിന്നാലെ ഓടി ആ മനുഷ്യന്റെ ബാക്കിൽ ഓടിയിട്ട് തടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, എന്ത് ദൗർഭാഗ്യവാനാണ് നിങ്ങള്, സ്വർഗത്തിലൊരു വൃക്ഷം റസൂല് വാഗ്ദാനം ചെയ്തിട്ട് അതുപോലും വേണ്ടെന്ന് പറഞ്ഞ് പിന്മാറിപ്പോകാൻ നിങ്ങൾ എന്ത് വിഡ്ഢിത്താ പറയണത്? അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുക, എനിക്കെന്താ കാര്യം, ഞാനത് തന്നിട്ട് എനിക്കെന്ത് കിട്ടാനാ, ഞാനത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ അയാൾക്ക് കൊടുക്കണ്ട, നിങ്ങൾ ആ വൃക്ഷം എനിക്ക് തരൂ, നിങ്ങളുടെ വൃക്ഷം നിങ്ങൾ എനിക്ക് തരൂ. അപ്പൊ ഇയാൾ ചോദിച്ചു, ഞാൻ പകരം അത് അനക്കെന്നിട്ട് എനിക്ക് എന്താ കിട്ടണേ?
അപ്പൊ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 100 കണക്കിന് ഈന്തമരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു തോട്ടം എനിക്കുണ്ട്, ആ തോട്ടാണ് തരാൻ. ഈ വൃക്ഷം നീ എനിക്ക് തരുമോ? നിന്റെ അയൽവാസിയുടെ ആ പറമ്പിലുള്ള വൃക്ഷം നീ എനിക്ക് തരുമോന്നാ. അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കാണ് അബൂ ദഹ്ദാഇനോട്, അല്ല അബൂ ദഹ്ദാ, എനിക്ക് തലക്ക് സുഖല്ലേ? ഇയാൾക്ക് സാധനം കത്തിയിട്ടില്ല. എനിക്ക് തലക്ക് സുഖല്ലേ? അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ തരുമല്ലേ എന്ന് പറ. അത് ചർച്ചയാണ്, ആലോചനയാണ്. അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹുവിന്റെ ആ മനുഷ്യൻ അബൂ ദഹ്ദാനോട് പറഞ്ഞു, ശരി ഞാൻ തരാം. 100 കണക്കിന് ഈന്തമരങ്ങൾ കിട്ടുന്ന ആ തോട്ടം എനിക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെന്താ പ്രശ്നം? അബൂ ദഹ്ദാന്റെ വീടടക്കം നിറഞ്ഞു നിൽക്കുന്ന തോട്ടമാണത്. ഇത് കേട്ട ഉടനെ നേരെ ഓടി അബൂ ദഹ്ദാ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഓടി ചെന്നിട്ട് ചോദിച്ചു, റസൂലേ, ആ മനുഷ്യൻ കൊടുക്കൂല എന്ന് പറഞ്ഞ വൃക്ഷം ഞാൻ വാങ്ങിയിട്ട് അയാളുടെ അയൽവാസിക്ക് വിട്ടുകൊടുത്താൽ നിങ്ങൾ പറഞ്ഞ സ്വർഗത്തിലെ വൃക്ഷം എനിക്ക് കിട്ടുമെന്ന്. നിങ്ങൾ പറഞ്ഞ സ്വർഗത്തിലെ വൃക്ഷല്ലേ, അതെനിക്ക് കിട്ടും നബിയെ. നോക്കി നിങ്ങള്, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാ കൊടുക്കണ ചിലത് അവർക്ക് കിട്ടും. അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു രണ്ടാമതും ആ മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് കച്ചവടം ഉറപ്പിച്ച് നേരെ ഓടിച്ചെന്ന് ഉമ്മു ദഹ്ദാന്റെ മുന്നിലേക്ക്, ഭാര്യയുടെ മുന്നിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഉമ്മു ദഹ്ദായേ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേ, വീട്ടിൽ നിന്ന് ഇറങ്ങും ഉമ്മു ദഹ്ദാ. എന്തേ കാര്യം? എന്തേ കാര്യം? ഞാൻ ഈ തോട്ടം വിറ്റിരിക്കുന്നു. തോട്ടം വിൽക്കേ? തോട്ടം വിറ്റിരിക്കുന്നു, നമ്മുടെ പറമ്പ് വിറ്റിരിക്കുന്നു. എന്തിനു വേണ്ടി? റസൂലുള്ളാഹിന്റെ വാഗ്ദാനം, സ്വർഗത്തിലെ ഒരു വൃക്ഷത്തിന് പകരമായി ഞാനിതിനെ വിറ്റിരിക്കുന്നു എന്നാണ് അബൂ ദഹ്ദാന്റെ വാചകം. ഇത് കേട്ട ഉടനെ 2 കൈകളും ആകാശത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് ഉമ്മു ദഹ്ദാ റളിയല്ലാഹു അൻഹ പറയാണ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എത്ര നല്ല സ്വതക്കയാണ്, ദാനമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്ത് നല്ല ലാഭക്കച്ചവടമാണ്. സ്വർഗത്തിന് വേണ്ടി എന്തൊക്കെ ഒഴിവാക്കിയാലും സ്വർഗം കിട്ടണം എന്നുള്ള ഒരു ആർത്തിയും ഒരു ആവേശവും ഒരു താല്പര്യവും ആ സ്വഹാബത്തിന്റെ കൽബിനെ വേട്ടയാടിയിരുന്നു. സഹോദരങ്ങളെ, ദുനിയാവിന്റെ പിരിമുറുക്കത്തിൽ നമ്മൾ സ്വർഗത്തെ മറന്നു പോവുകയാണ്. അള്ളാഹു നമ്മളെ മനസ്സിലാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ധാരാളം ധാരാളം സുഹൃതങ്ങൾ ചെയ്ത് സ്വർഗം എന്ന ലക്ഷ്യത്തോടെ ജീവിക്കുക. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, ദാറുസ്സലാമിലേക്ക് അള്ളാഹു നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക. സമാധാനത്തിന്റെ ഭവനം, അത് സ്വർഗ. അല്ലങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അത് ശാശ്വത. ആ ശാശ്വതമായ ലോകത്തേക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കം നമ്മൾ ഇവിടെ നടത്തണം. നമ്മുടെ സമ്പത്ത് കൊണ്ട് നടത്തണം, നമ്മുടെ ശരീരം കൊണ്ട് നടത്തണം, നമ്മുടെ സമയം കൊണ്ട് നടത്തണം. നമ്മുടെ കുടുംബത്തെ ശ്രദ്ധിക്കണം, വ്യക്തി ജീവിതത്തെ ശ്രദ്ധിക്കണം, സ്വകാര്യ ജീവിതത്തെ ശ്രദ്ധിക്കണം. എല്ലാം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്കിനെ ഹക്കായി ഉൾക്കൊണ്ട് ബാത്തിലിൽ നിന്ന് വിട്ടുനിന്ന് സത്യത്തിൽ അണിനിരന്ന് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്, ഞാനൊരു ചെറിയ കാര്യം നിങ്ങളോട് പറയാണ്. എൻ്റെ നാട്ടിലെ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയം നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, പിന്നെ ഞങ്ങളുടെ നാട് ഗൂഡല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. അവിടുന്ന് എൻ്റെ കൂടെ പിന്നെ ഒരു 3 പ്രവർത്തകന്മാർ വേറെ വന്നിട്ടുണ്ട്. ഗൂഡല്ലൂർ ഊട്ടി റൂട്ടിൽ നമുക്കൊരു പള്ളിയും അവിടെ മദ്രസയും ഉണ്ട്. അൽഹംദുലില്ലാഹ്, അത് അതിൻ്റെതായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ചുറ്റുവട്ടാരത്ത് ഉള്ള ആളുകൾക്ക് ഒരു പിന്നെ ഒരു 5 കിലോമീറ്റർ ഇതൊക്കെ ചുറ്റുവട്ടാരത്തുള്ള ആളുകൾക്കൊന്നും വേറെ പള്ളിയും കാര്യമൊന്നുമില്ല. ജുമാഅക്കുംബടെ എത്തണം, അതേപോലെ തന്നെ നിസ്കാരത്തിനൊക്കെ വക്തുകൾക്കൊക്കെ ഓടിയെത്തണം. പല വക്തുകളും നമുക്കൊക്കെ തെറ്റിപ്പോകാറുണ്ട്. കാരണം ട്രാഫിക്കും കാര്യമൊക്കെ കഴിഞ്ഞ് പല ആളുകളും കടയിൽ നിന്നൊക്കെ കയറി വരുമ്പോഴേക്ക് ജമാഅത്തൊക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു പള്ളി 1-ാം മൈൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പള്ളിക്ക് വേണ്ടി ഞങ്ങൾ സ്ഥലം എടുത്തിട്ടുണ്ട്. 22 സെൻറ്റ് സ്ഥലമാണ് ഞങ്ങൾ എടുത്തത്. 22 സെൻറ്റ് സ്ഥലം. ഒരു ഹിഫ്ളിൻ്റെ സ്ഥാപനം കൂടി ഞങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന പ്രധാനമായിട്ടുണ്ടാവണം. അതേപോലെ ഞങ്ങൾക്ക് മദ്രസ വേണം, ഒരു പള്ളിയും അതിൽ വേണം. 22 സെൻറ്റ് സ്ഥലം 1-ാം മൈൽ അങ്ങാടിയുടെ മധ്യത്തിലാണ്, ടൗണിൽ തന്നെയാണ്. ആ അങ്ങാടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ അങ്ങാടിയിൽ ഈ 1-ാം മൈൽ എന്ന് പറയുന്ന ഈ അങ്ങാടിയിൽ ഉള്ള ആളുകൾക്ക് ജമാഅത്ത് നിർവഹിക്കാൻ ഒരു പള്ളിയും വേറല്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവിടെ വേറെ പള്ളികളൊന്നും ഇല്ല. ഉള്ളത് സമസ്തൻ്റെ ഒരു പള്ളി ഉള്ളത് കുറച്ച് അപ്പുറത്താണ്. ഒരു പാലുണ്ട്, പാലത്തിൻ്റെ അപ്പുറത്താണ്. നടന്നു പോയി ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ചെത്താനൊന്നും അവിടുത്തെ ആളുകൾക്ക് ഒന്നുകൂടി എളുപ്പമായി കിട്ടാനാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പള്ളി അവിടെ വന്നു കഴിഞ്ഞാൽ അതൊന്നുകൂടി എളുപ്പമാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം അത്യാവശ്യ ഘട്ടത്തിലാണ്, ആവശ്യം ഒന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യ ഘട്ടത്തിലാണ് നമുക്ക് അവിടെ ഒരു പള്ളി എന്നുള്ളത്. അവിടുത്തെ നമ്മുടെ സഹോദരൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ സ്ഥലം എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈ പിന്നെ സ്ഥലത്തിനൊക്കെ നല്ല റേറ്റാണ്. 15 ലക്ഷം രൂപയാണ് സെൻറ്റിൻ്റെ വില, ഒരു സെൻറ്റിൻ്റെ വില. 22 സെൻറ്റ് സ്ഥലത്തിന് ഏകദേശം രജിസ്ട്രേഷൻ അടക്കം 3.5 കോടി രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 3.5 കോടി രൂപ എന്നുള്ളത് ഞങ്ങളെ കൊണ്ടൊന്നും അധ്വാനിച്ചാൽ ഉണ്ടാക്കിയാൽ കൂട്ടിയാൽ കൂടൂല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. നമ്മളെ കഴിവിൻ്റെ പരമാവധി ഞങ്ങളുടെ ശാഖയിൽ നിന്ന്, അതായത് ആ 1-ാം മൈൽ അങ്ങാടിയുടെ പരിസരത്ത് ജീവിക്കുന്ന നമ്മളെ പ്രവർത്തകരൊക്കെ കൂട്ടിയിരുത്തി ഒരു 38 ലക്ഷം രൂപ ഞങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. കളക്ട് ചെയ്യാൻ ഓഫറുകളായിട്ടും കയ്യിൽ കിട്ടിയതൊക്കെ ആയിട്ട് ഒരു 38 ലക്ഷം രൂപ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ ബാക്കി തുക ഞങ്ങളിങ്ങനെ ഓടുകയാണ്, ഓരോ വഴിയിലൂടെ ഓടി നടന്ന് ഉണ്ടാക്കാനാണ്. അള്ളാഹ് പിന്നെ തരും ഇൻഷാ അല്ലാഹ്. ഒരു പ്രതീക്ഷ ഉണ്ട്, റബ്ബിൻ്റെ മാർഗത്തിലാണല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മളെ മുന്നിലുള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് പല ആളുകളുടെ പോക്കറ്റിലുള്ളതും സ്വതക്കകളായി ദാനധർമ്മങ്ങളായി അതിങ്ങനെ എത്തുമ്പോൾ അതിങ്ങനെ പെരുകുന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. പടച്ചോൻ നമുക്ക് തന്നൊരു വാഗ്ദാനം എൻ്റെ പിന്നാലെയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് എന്നാൽ അതിൻ്റെ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ പിന്നെ നിങ്ങളുടെ കഴിവനുസരിച്ച് എന്നല്ല, നിങ്ങൾക്ക് എത്ര കണ്ടതിലേക്ക് സഹായിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ ചെയ്യണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് പ്രവർത്തകന്മാർ ഇവിടെ ഉണ്ട്, റെസിപ്റ്റ് ഉണ്ട്, അത് വാങ്ങി എഴുതി ബോധ്യപ്പെടണം ഇൻഷാ അല്ലാഹ്. പിന്നെ ചെറുതും വലുതുമാകുന്ന എല്ലാ സംഖ്യകളും നമ്മൾ സ്വീകരിക്കും. ചെറുതാക്കണ്ട, പരമാവധി വലുതിലേക്ക് എത്തിക്കാനാണ് നമ്മളെ ഉദ്ദേശം. കാരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് പരമാവധി ചെയ്യണം എന്നാണ് ഓർമ്മപ്പെടുത്തുള്ളത്. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അതവിടെ വന്നു കഴിഞ്ഞാൽ തൗഹീദി പ്രബോധനത്തിൻ്റെ ഏറ്റവും നല്ലൊരു കേന്ദ്രമായി അത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിമനോഹരമായ ഒരു പള്ളിയും ഒരു സ്ഥാപനവും അവിടെ വന്നു കഴിഞ്ഞാൽ ആ ജില്ലയിൽ ഏറ്റവും നല്ലൊരു സ്ഥാപനം ആക്കിയതിനെ മാറ്റി ആ ജില്ലയിലുള്ള മുഴുവൻ പ്രദേശങ്ങളിലേക്കും ദഅവത്തിൻ്റെ ഒരു പ്ലാൻ അവിടുന്ന് പോകുന്നൊരു രൂപമാണ് നമ്മൾ കാണുന്നത് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് വയനാട് ജില്ല ബേസ് ചെയ്തിട്ടാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ സംഘടനയിലേക്ക് വയനാട് ജില്ലയിലേക്ക് ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഗൂഡല്ലൂർ മണ്ഡലത്തിൽ 10 ശാഖകളുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹ് തൗഫീഖ് ചെയ്താൽ അടുത്ത പ്രാവശ്യം ഒരു ജില്ലയായി സെപ്പറേറ്റ് ആയി പ്രവർത്തിക്കണമെന്ന ആഗ്രഹമാണുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു ആസ്ഥാന കേന്ദ്രമായി മാറാൻ കൂടി സാധ്യതയുള്ളൊരു ഒരു കേന്ദ്രമാകും ഇൻഷാ അല്ലാഹ്. സാധ്യതയല്ല, അങ്ങനെ തന്നെ ആ രൂപത്തിൽ തന്നെയാണ് നമ്മളതിനെ ഒരുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, പിന്നെ കൊടുക്കുക, നിങ്ങളും കൊടുക്കി. നമ്മളൊക്കെ അതിൽ ഭാഗവാക്കാകാലോ. ഒരു മോതിരം എങ്ങനെ അയച്ചിട്ടാൽ അത് അവിടെ കൈമട്ട് നടന്നുകൊണ്ടൊന്നും കിട്ടാലോ. ഒന്ന് അയച്ചാൽ ഈ ബക്കറ്റൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തകന്മാരെ കണ്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആഖിറത്ത് നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല വിലക്കുള്ള കാലത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകും. ആ പ്രതിഫലം നമ്മൾ കളയണ്ട. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പരമാവധി എല്ലാവരും ചെയ്യണമെന്ന ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ GPay വഴി അയക്കുന്ന ആളുകൾക്ക് സംവിധാനമുണ്ട്. ഇപ്പോഴല്ല, ഞങ്ങൾ പിന്നെയാണ് തരുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമ്പറും ഇതൊന്ന് വാങ്ങിയാൽ ഫോളോ അപ്പ് ഞങ്ങൾ നടത്തിക്കോളാം ഇൻഷാ അല്ലാഹ്. എല്ലാ അർത്ഥത്തിലും ഈ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ വന്നുപോയ എല്ലാ പിഴവുകളും എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഷിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിലൊക്കെ വ്യത്യസ്തമായ പ്രൊജക്റ്റുകൾ, ഇതേപോലെയുള്ള ഒരുപാട് പദ്ധതികൾ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ച് തരുമാറാവട്ടെ. പരിപൂർണമായ ഇൽമ് നേടിക്കൊണ്ട് നാളെ റബ്ബിൻ്റെ കോടതിയിൽ വിജയിക്കുന്ന യഥാർത്ഥ കക്ഷികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.